ഈ കഥ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ബാറ്റ്മാനെ അവന്റെ പാർട്ട്ണറായ റോബിനെയാണ്. അവരിപ്പോ ഒരു മിഷന് പോകാൻ വേണ്ടി സ്യൂട്ടൊക്കെ ഇട്ട് റെഡിയായി. അതിനുശേഷം ഒരു ബട്ടൺ ഞെക്കുമ്പോൾ ഒരു കാർ അവിടേക്ക് പൊങ്ങി വന്നു. ആ കാറ് കണ്ടപ്പം റോബിന്റെ കണ്ണുകളിൽ പോയി. അവൻ പറയുന്നത് എനിക്കും ഇതുപോലത്തെ ഒരു കാറ് വേണം, പെമ്പിള്ളേർക്ക് കാറുകൾ ഭയങ്കര ഇഷ്ടമാണെന്ന്. അവൻ അത് പറഞ്ഞപ്പം ഇതുകൊണ്ടാണ് സൂപ്പർമാൻ ഒറ്റയ്ക്ക് നടക്കുന്നത് എന്നും പറഞ്ഞിട്ട് ബാറ്റ്മാൻ കാറിലേക്ക് കയറി. എന്നാൽ ബാറ്റ്മാൻ പോയി കഴിഞ്ഞപ്പം മറ്റൊരു ഡോർ ഓപ്പൺ ആയി. അതിനകത്തുണ്ടായിരുന്നത് ഒരു ബൈക്കായിരുന്നു. ഇതാണ് റോബിന്റെ വണ്ടി. അവൻ വേഗം തന്നെ അതും എടുത്തിട്ട് ബാറ്റ്മാന്റെ പുറകെ പോയി. ഇതെല്ലാം നോക്കിക്കൊണ്ട് ആൽഫ്രഡ് അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ബാറ്റ്മാന്റെ ഗോഡന്റെ കോള് വരുന്നത്, വീഡിയോ കോള്. അയാൾ പറയുന്നത് സിറ്റിയിൽ ഇപ്പൊ പുതിയൊരു വില്ലൻ ഇറങ്ങിയിട്ടുണ്ട്, മിസ്റ്റർ ഫ്രീസ് എന്നാണ് അയാൾ തന്നെ അയാളെ വിളിക്കുന്നത്. കണ്ണ് കാണുന്നവരെ ഒക്കെ അയാൾ ഐസാക്കി മാറ്റുകയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഗോതം സിറ്റി മ്യൂസിയത്തിലേക്ക് വരണം എന്നാണ് ഗോഡൻ അറിയിക്കുന്നത്. ഇതേസമയം തന്നെ മിസ്റ്റർ ഫ്രീസ് ആണെങ്കിൽ ആ മ്യൂസിയത്തിൽ നിൽക്കുകയാണ്. അവിടെ ഒരു കൂട്ടിലായിട്ട് ഒരു ഡയമണ്ട് ഉണ്ട്. അത് അടിച്ചു മാറ്റാനാണ് അയാൾ വന്നിരിക്കുന്നത്. ഇപ്പൊ മ്യൂസിയത്തിലെ സെക്യൂരിറ്റീസ് ഒക്കെ കണ്ടു വരുമ്പോൾ ഫ്രീസിന്റെ കയ്യിൽ ഒരു ഗൺ ഉണ്ട്. ഐസ് ആണ് അതിൽ വരിക. അയാൾ അത് വെച്ചിട്ട് അവിടെയുള്ള സെക്യൂരിറ്റീസിനെ മൊത്തം ഫയർ ചെയ്തു. എല്ലാവരും ഐസായി പോവുകയും ചെയ്തു. അങ്ങനെ അവന്മാരുടെയൊക്കെ പണി തീർത്തതിന് ശേഷം ഫ്രീസ് ഇപ്പൊ കൂട് തകർത്തിട്ട് ആ ഡയമണ്ട് എടുത്തു. എന്നാൽ ഈ സമയത്താണ് മുകൾ ഭാഗം പൊളിച്ചുകൊണ്ട് ബാറ്റ്മാൻ അങ്ങോട്ട് വന്നത്. അങ്ങനെ ബാറ്റ്മാനും ഫ്രീസും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ റോബിനും അങ്ങോട്ട് വന്നു. എന്നാൽ ആ ഫൈറ്റ് നടക്കുന്നതിനിടയിൽ ഫ്രീസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ അസിസ്റ്റൻസിനെ വിളിച്ചു. അതോടുകൂടെ ഒരു ഹോക്കി ടീം അങ്ങോട്ട് വരികയാണ്, ഹോക്കി കളിക്കുന്ന സാധനങ്ങളുമായിട്ട്. അവിടെ മൊത്തം ഐസ് ആണല്ലോ, അതിലൂടെ സ്കേറ്റ് ചെയ്തിട്ടാണ് പിന്നീട് അങ്ങോട്ട് നടക്കുന്ന ഫൈറ്റ് കാണിക്കുന്നത്. ആ ഫൈറ്റിനിടയിൽ ആ ഡയമണ്ട് ആണെങ്കിൽ തെറിച്ചുപോയി. അവരതിങ്ങനെ ഐസിലൂടെ അങ്ങനെ തട്ടി തട്ടി തെറിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം ഫ്രീസ് അയാളുടെ വണ്ടിയിലേക്ക് കയറി. അതിനിടയിൽ അയാളുടെ അസിസ്റ്റന്റിലൊരുത്തൻ ആ ഡയമണ്ടിന് ഒരു അടി കൊടുത്തു. അതോടുകൂടെ അത് തെറിച്ച് നേരെ ഫ്രീസിന്റെ കയ്യിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ അയാൾ വണ്ടി കയറിയ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോഴാണ് ബാറ്റ്മാൻ അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ അതിനകത്ത് നിന്ന് ബാറ്റ്മാനും ഫ്രീസും തമ്മിൽ ഫൈറ്റ് ചെയ്യാണ്. ആ വണ്ടിയുടെ പുറകിലായിട്ട് റോക്കറ്റ് ഉണ്ട്. ബാറ്റ്മാൻ ഇടിച്ചിട്ടതിന് ശേഷം ഫ്രീസ് ഇപ്പൊ റോക്കറ്റ് ഓണാക്കി. എന്നാൽ അത് അവിടെ നിന്ന് മുകളിലേക്ക് പറക്കുന്നതിന് മുമ്പ് റോബിൻ അതിന് പുറകെ ചാടി. അതിനെ തുടർന്ന് റോക്കറ്റ് വളരെ വേഗത്തിൽ മുകളിലേക്ക് പോവാണ്. എന്നാൽ ഈ സമയം ബാറ്റ്മാൻ ഫ്രീസിനെ അറ്റാക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ ഫ്രീസ് അവന്റെ രണ്ട് കൈയിലേക്ക് ഐസ് അടിച്ചു. അങ്ങനെ അവനെ ലോക്കാക്കിയതിനു ശേഷം ഫ്രീസ് വേഗം തന്നെ ആ റോക്കറ്റിൽ നിന്ന് വെളിയിലേക്ക് ചാടി. ഇനിയിപ്പോൾ ആ റോക്കറ്റ് കറങ്ങി തിരിഞ്ഞ് നേരെ ഗോതം സിറ്റിയിലേക്ക് വീഴും. അങ്ങനെ വരുമ്പോൾ അവിടെയുള്ള കുറെ ആൾക്കാർ മരിച്ചു പോകും. ആ കാര്യം ബാറ്റ്മാനും അറിയാം. പക്ഷെ കൈ ഐസായി കിടക്കുന്ന കാരണം അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഈ സമയം താഴേക്ക് ചാടിയ ഫ്രീസ് അയാളുടെ സ്യൂട്ടിൽ ഒരു ബട്ടൺ ഞെക്കി. അതോടുകൂടെ സ്യൂട്ടിന് 2 ചിറക് വന്നു. ഇനിയിപ്പോൾ അയാൾക്ക് കൂളായിട്ട് താഴേക്ക് ഇറങ്ങാം. ഈ സമയം ബാറ്റ്മാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുമ്പോഴാണ് റോബിൻ അതിനകത്തേക്ക് കയറുന്നത്. റോബിൻ ചെന്ന ഉടനെ തന്നെ ലേസർ വെച്ചിട്ട് ബാറ്റ്മാന്റെ കയ്യിൽ ഐസ് ഒക്കെ ഒരുക്കി കൊടുത്തു. ഈ സമയം ബാറ്റ്മാൻ പറയുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് റോക്കറ്റ് തകർത്ത് കളയണമെന്നാണ്. അതിനുവേണ്ടി ബാറ്റ്മാൻ ആ റോക്കറ്റിൽ ഒരു ബോംബ് വെച്ചു. എന്നിട്ട് വേഗം തന്നെ അവർ രണ്ടുപേരും വെളിയിലേക്ക് ചാടി. അങ്ങനെ ഒരു സ്കേറ്റർ ബോർഡിൽ അവർ താഴേക്ക് വരുന്ന വഴി റോക്കറ്റ് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും അറിയാതെ ഫ്രീസ് ഇപ്പോഴും താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ബാറ്റ്മാൻ അവരുടെ പുറത്തേക്ക് വന്ന് ചാടുന്നത്. അതോടുകൂടെ അവന്റെ കയ്യിൽ നിന്നും ആ ഡയമണ്ട് തെറിച്ചുപോയി. അത് പുറകിൽ വരുന്ന റോബിൻ പിടിക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ കടന്ന് ഫൈറ്റ് ചെയ്ത് അവർ നേരെ താഴേക്ക് എത്തി. ഈ സമയം റോബിന്റെ കയ്യിലുള്ള ഡയമണ്ട് ഉള്ളത്. അത് കണ്ട് ഫ്രീസ് അവന്റെ ദേഹത്തേക്ക് ഫയർ ചെയ്തു. അതോടുകൂടെ റോബിൻ മൊത്തം ഐസായി പോയി. ഈ സമയം ഫ്രീസ് വന്നിട്ട് ആ ഡയമണ്ട് എടുക്കുകയും ചെയ്തു. റോബിൻ മൊത്തത്തിൽ ഐസായത് കാണുമ്പോൾ ബാറ്റ്മാൻ ഇനി എന്താണ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയം ഫ്രീസ് ബാറ്റ്മാനോട് പറയുന്നത് നീ എന്റെ പുറകെ വന്നു കഴിഞ്ഞാൽ റോബിൻ ഇവിടെ കിടന്ന് മരിച്ചു, അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് നീ തീരുമാനിച്ചോ എന്ന് പറഞ്ഞ് ഫ്രീസ് അപ്പുറത്തേക്ക് നടന്നു. ഈ സമയമാകുമ്പോഴേക്കും അവിടെ മൊത്തം ഇടിച്ചു പൊളിച്ചിട്ട് അയാളുടെ വണ്ടി അവിടെ വന്ന് നടപ്പുണ്ട്. അങ്ങനെ വേഗം തന്നെ ആ വണ്ടി എടുത്ത് ആ പൊളിഞ്ഞു കിടക്കുന്ന ഭാഗം മൊത്തം ഐസ് വെച്ച് മൂടിയതിനു ശേഷം ഫ്രീസ് അവിടെ നിന്ന് പോയി. ഈ സമയം ബാറ്റ്മാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസായി കിടക്കുന്ന റോബിൻ അതുപോലെ എടുത്തിട്ട് അവിടെയുള്ള വെള്ളത്തിലേക്ക് ഇട്ടു. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് മൊത്തത്തിൽ ലേസർ അടിച്ചു. അതോടുകൂടെ ആ ഐസൊക്കെ അലിഞ്ഞ് റോബിൻ പുറത്തേക്ക് വരികയും ചെയ്തു. പക്ഷെ ആ ഫ്രീസ് രക്ഷപ്പെട്ടതിൽ അവർക്ക് നല്ല നിരാശയുണ്ട്. ഇനി കാണിക്കുന്നത് ബ്രസീലിലെ വെയിൻ എന്റർപ്രൈസസിന്റെ ഒരു ലാബാണ്. അവിടെ ഒരു സയന്റിസ്റ്റ് ഉണ്ട്. ഇവളുടെ പേര് പമേള. ഈ സസ്യങ്ങളെ രക്ഷിക്കാൻ വേണ്ടി എന്തൊരു സിറം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് അവള്, ഈ പാമ്പിന്റെ വിഷമൊക്കെ ഉപയോഗിച്ചിട്ട്. ഇവള് വർക്ക് ചെയ്യുന്നത് വൂഡ്രു എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിന്റെ അണ്ടറിലാണ്. ഇവള് നിൽക്കുന്ന റൂമിന്റെ അപ്പുറത്തായിട്ട് വൂഡ്രു മറ്റെന്തോ പരീക്ഷണം നടത്തുന്നുണ്ട്. അതെന്താണെന്നുള്ള കാര്യം ഈ പമേളയ്ക്ക് അറിയത്തില്ല. അതുകൊണ്ട് അവള് നൈസായിട്ട് വാതിൽ തുറന്നിട്ട് അവിടേക്ക് നോക്കി. ആ വൂഡ്രു എന്ന് പറയുന്ന സയന്റിസ്റ്റ് അവിടെ ഒരു എക്സ്പെരിമെന്റ് നടത്തുകയാണ്. അത് കാണാൻ വേണ്ടി ഒരുപാട് ആളും വന്നിട്ടുണ്ട്. ഒരു മനുഷ്യനിലാണ് അയാൾ പരീക്ഷണം നടത്താൻ പോകുന്നത്. അതിനുവേണ്ടി ഒരാളെ പങ്കെടു കൊണ്ടുവന്നു. അയാളുടെ പേര് അന്റോണിയോ. ഈ വൂഡ്രു ഒരു സൂപ്പർ സോൾജർ സിറം കണ്ടുപിടിച്ചിട്ടുണ്ട്. അയാൾ അതിന് പേര് കൊടുത്തിരിക്കുന്നത് വെനം എന്നാണ്. അതിപ്പോ ഈ അന്റോണിയോയുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കാനാണ് അയാൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ വേഗം തന്നെ അയാൾ എക്സ്പെരിമെന്റ് നടത്തി. ഈ അന്റോണിയോ എന്ന് പറയുന്നത് വളരെ മെലിഞ്ഞ് ഉണങ്ങി ഒരുത്തനാണ്. എന്നാൽ ഇപ്പൊ ആ സിറം കുത്തിവെച്ച് കഴിഞ്ഞപ്പം അയാൾ ഹൾക്കിനെ പോലെ നല്ല സൈസായി. ഈ ഒരു രൂപത്തിന്റെ പേര് ബെയിൻ എന്നാണ്. അങ്ങനെ അത്രയും പവർഫുൾ ആയ ബെയിൻ വേഗം തന്നെ അവിടെ ചാടി എഴുന്നേറ്റു. ഇതെല്ലാം കണ്ട് പെമ്മേളയാണെങ്കിൽ ശരിക്കും ഞെട്ടിപ്പോയി. ഈ സമയത്താണ് വൂഡ്രു അങ്ങോട്ട് വരുന്നത്. അത് കണ്ടപ്പം നിങ്ങൾ ഇതുപോലത്തെ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇവിടെ ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ട് അവള് വെളിയിലേക്ക് ഓടി. എന്നാൽ വൂഡ്രു അവളെ വിടുന്നില്ല. അയാൾ അവളെ പിടിച്ചതിന് ശേഷം പറയുന്നത് നിന്റെ കണ്ടുപിടുത്തമാണ് ഈ സൂപ്പർ സിറം ഉണ്ടാക്കാൻ എന്നെ സഹായിച്ചത്. ഇനി നമുക്ക് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നൊക്കെ വൂഡ്രു പറഞ്ഞു. എന്നാൽ സസ്യങ്ങളെ സംരക്ഷിക്കാമെന്ന് മാത്രമായിരുന്നു ഇവളുടെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല എന്നാണ് പമേള പറയുന്നത്.
എന്നാൽ അത് കേട്ട വൂഡറിന് ശരിക്കും ദേഷ്യം വന്നു. അവളെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അത് അയാളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ് എന്ന കാര്യമൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അവളെ താഴേക്ക് ഇട്ടതിന് ശേഷം ഇവള് കണ്ടുപിടിച്ച ഈ സെറവും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഒരു ഷെൽഫ് ഉണ്ട് അവിടെ. അത് മൊത്തം എടുത്തിട്ട് അയാൾ ഇവളുടെ ദേഹത്തേക്ക് മറിച്ചിട്ടു. ആ കൂട്ടത്തിൽ പാമ്പുകളും ഉണ്ടായിരുന്നു. ഇതേ സമയം തന്നെ ബാറ്റ്മാനും റോബിനും അവരുടെ വീട്ടിലിരുന്ന് ആരാണ് ഈ മിസ്റ്റർ ഫ്രീസ് എന്ന കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാണ്. ഈ മിസ്റ്റർ ഫ്രീസിന്റെ യഥാർത്ഥ പേര് വിക്ടർ. 2 തവണ നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയ ഒരു മോളിക്കുലർ ബയോളജിസ്റ്റ് ആണ് അയാൾ. ഇയാളുടെ ഭാര്യയുടെ പേര് നോറ എന്നാണ്. പക്ഷെ ഭാര്യയ്ക്ക് ഒരു മാറാരോഗം ഉണ്ടായിരുന്നു. അതിന് മരുന്ന് ആരും കണ്ടുപിടിച്ചില്ല. അതുകൊണ്ട് തന്നെ വിക്ടർ ഒരു കാര്യം തീരുമാനിച്ചു, ഭാര്യയെ ക്രയോസ്ലീപ്പിലേക്ക് ആക്കാം. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് തന്നെ ആ മരുന്ന് കണ്ടുപിടിക്കാനും പറ്റും. അങ്ങനെ ആ മരുന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നീട് അവളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിച്ചിട്ട് ആ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവളുടെ അസുഖം മാറും. ആ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തതിനു ശേഷം ആ ക്രയോപോഡിലേക്കുള്ള ഒരു ലിക്വിഡ് അയാൾ കണ്ടുപിടിച്ചു. എന്നാൽ അതിന്റെ പരീക്ഷണം നടക്കുമ്പോഴാണ് അയാൾ തന്നെ ആ ലിക്വിഡിലേക്ക് വീണുപോയത്. അതിനെ തുടർന്ന് ആ ലിക്വിഡ് കാരണം അയാളുടെ ശരീരത്തിന് മ്യൂട്ടേഷൻ സംഭവിച്ചു. അങ്ങനെയാണ് മിസ്റ്റർ ഫ്രീസ് ആയത്. ആ ലിക്വിഡ് അയാളുടെ ശരീരത്തിലേക്ക് ആയതിനു ശേഷം അയാൾക്ക് പിന്നെ തണുപ്പില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ഏത് സമയം അയാളുടെ ശരീരം 0 ഡിഗ്രിയിൽ നിലനിർത്തണം. അതിനുവേണ്ടി അയാൾ ഒരു ക്രയോ സ്യൂട്ടും കണ്ടുപിടിച്ചു. പക്ഷെ ആ സ്യൂട്ടിലെ എഞ്ചിൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയമണ്ട്സ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇയാൾ ഈ ഡയമണ്ട്സ് അന്വേഷിച്ച് നടക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി കഴിയുമ്പോൾ ബാറ്റ്മാൻ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്പനിയിൽ തന്നെ ഡയമണ്ട്സ് വെച്ച് നമുക്ക് അയാളെ പിടിക്കാവുന്നതാണ്. ഇതേ സമയം തന്നെ ആ വൂഡർ ആണെങ്കിൽ അയാളുടെ കണ്ടുപിടുത്തത്തെ കുറിച്ച് ആരോടോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് താഴെ വീണ ആ പമ്മികൾ എഴുന്നേറ്റ് വരുന്നത്. അവൾ മരിച്ചിട്ടില്ല. എന്നാൽ ആ സിറോക്ക് അവളുടെ ശരീരത്തിലായതുകൊണ്ട് അവളുടെ ശരീരത്തിന് മാറ്റം സംഭവിച്ചു. അവളുടെ ശരീരം ഇപ്പം വിഷമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവൾ ഇനി അറിയപ്പെടാൻ പോകുന്നത് പോയിസൺ ഐവി. അവൾ ആരെങ്കിലും കിസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അപ്പം തന്നെ മരിച്ചു. അങ്ങനെ പോയിസൺ ഉടനെ തന്നെ ആ വൂഡറിനെ പിടിച്ച് അയാളെ കിസ് ചെയ്തു. അതോടുകൂടെ അയാളുടെ പണി തീരുകയും ചെയ്തു. അങ്ങനെ ഈ പരിപാടിയൊക്കെ തീർത്തതിന് ശേഷം അവൾ ആ ലാബ് മൊത്തം കണ്ട് കത്തിക്കുകയാണ്. മാത്രമല്ല ഒരു കാര്യം കൂടെ അവൾ പ്ലാൻ ചെയ്തു. അപ്പുറത്തെ പരീക്ഷണം കഴിഞ്ഞിരിക്കുന്ന ആ ബെയിൻ ഉണ്ടല്ലോ, ഹൾക്കിനെ പോലെ ഇരിക്കുന്നവൻ, അവനെയും കൂട്ടി നേരെ വെയിൻ എന്റർപ്രൈസസിലേക്ക് ചെല്ല. എന്നിട്ട് ബ്രൂസിനെ പറ്റിച്ച് കുറെ പൈസ ഉണ്ടാക്കി അവളുടെ റിസർച്ച് കണ്ടിന്യൂ ചെയ്യുക. അതാണ് അവളുടെ പ്ലാൻ. ഈ സമയം മിസ്റ്റർ ഫ്രീസ് ആണെങ്കിൽ അയാളുടെ കോട്ടയിലാണ്. അവിടെ എന്തൊക്കെയോ ഫംഗ്ഷൻ ഒക്കെ നടക്കുന്നുണ്ട്. അയാളിപ്പോൾ അയാളുടെ ഒരു അസിസ്റ്റന്റ് ആയ ഫ്രോസ്റ്റിയെ വിളിച്ചു. എന്നിട്ട് അയാളുടെ ഭാവി പ്ലാനുകളൊക്കെ അയാളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇപ്പൊ ഇയാളുടെ ഈ ക്രയോസ്യൂട്ട് പവർ ചെയ്യാൻ വേണ്ടി അയാൾ ചെറിയ ചെറിയ ഡയമണ്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ നേരത്തെ ആ മ്യൂസിയത്തിൽ നിന്നും ഒരു വലിയ ഡയമണ്ട് ആയി കിട്ടിയല്ലോ. ഇതേപോലത്തെ ഒരു ഡയമണ്ട് കൂടെ ആക്കി കിട്ടിക്കഴിഞ്ഞാൽ ഇയാളുടെ ഫ്രീസിംഗ് എഞ്ചിൻ കംപ്ലീറ്റ് ആവും. അങ്ങനെ ഒരു മൈക്ക് സിറ്റി മൊത്തം ഐസാക്കി മാറ്റാൻ സാധിക്കും. അയാൾ അങ്ങനെ ഒരു പരിപാടി എന്തിനാണ് ആസൂത്രണം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണിച്ച് ഈ ഗോതം സിറ്റിയിലെ പൈസക്കാരെ പേടിപ്പിക്കാം. അങ്ങനെ വരുമ്പോൾ അവർ പൈസ കൊടുക്കല്ലോ. ആ പൈസ വെച്ചിട്ട് അയാളുടെ ഭാര്യയെ രക്ഷിക്കാനുള്ള റിസർച്ച് കണ്ടിന്യൂ ചെയ്യുക. അതാണ് ഈ ഫ്രീസിന്റെ പ്ലാൻ. അത്രയും കാര്യങ്ങളൊക്കെ ആ ഫ്രോസ്റ്റിയുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം ഫ്രീസ് അയാൾ അവിടുന്ന് പറഞ്ഞു വിട്ടു. എന്നിട്ട് അയാളുടെ വീട്ടിലൊരു വലിയ ചേംബർ തുറക്കുകയാണ്. അതിനകത്തൊരു ഗ്ലാസ് കൂട്ടിലാണ് ഇയാളുടെ ഭാര്യയായ നോറ ഇട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി ബാറ്റ്മാന്റെ വീട്ടിലേക്ക് ഇപ്പൊ ഒരു അതിഥി വന്നു. ഇവളുടെ പേര് ബാർബറ. ഇവിടുത്തെ ഈ ആൽഫ്രഡ് ഉണ്ടല്ലോ, ഈ ആൽഫ്രഡ് ഈ ബാർബറയുടെ അങ്കിളാണ്. ഇവിടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി. ഇത്രയും കാലം ഇവിടെ സ്കൂളിലായിരുന്നു. ഇപ്പൊ സ്കൂളൊക്കെ കഴിഞ്ഞ് വെക്കേഷനായി. അതുകൊണ്ടാണ് ആൽഫ്രഡിനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നവള്. ഈ ആൽഫ്രഡ് ആണ് ഈ ബാർബറയുടെ പഠിത്തത്തിന് വേണ്ടിയുള്ള കാശൊക്കെ മുടക്കുന്നത്. ആദ്യമായിട്ടാണ് ഇവിടെ ബ്രൂസിന്റെ വീട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് അവരിപ്പോ അവൾക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അതിനിടയിൽ റോബിന്റെ ബൈക്കും അവിടെ കിടപ്പുണ്ട്. അതും അവള് കണ്ടായിരുന്നു. മാത്രമല്ല ഈ റോബിനെ അവളെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. എന്നാൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് അന്ന് രാത്രിയായപ്പോൾ ഇവൾ ആരും കാണാതെ വീട്ടിൽ നിന്ന് ചാടി. എന്നിട്ട് നേരെ ബ്രൂസിന്റെ ഗ്യാരേജിലേക്ക് പോയിട്ട് അവിടുത്തെ ബൈക്കും എടുത്തിട്ട് വെളിയിലേക്ക് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസമായി ഇന്ന് സിറ്റിയിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അതായത് ഗോതം സിറ്റിയിലെ ഒബ്സർവേറ്ററിയിലേക്ക് ബ്രൂസ് വെയിൻ ഒരു സംഭാവന ചെയ്തിരിക്കുന്നു. അതൊരു വലിയ ടെലിസ്കോപ്പ് ആയിരുന്നു. ആ ടെലിസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഏത് നക്ഷത്രത്തെയും കാണാൻ പറ്റും. അങ്ങനെ അതിന്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പോയിസൺ ഐവി അങ്ങോട്ട് വരുന്നത്. അവളിപ്പോൾ ബ്രൂസിനോട് പറയുന്നത്, നിങ്ങളുടെ കമ്പനിയും അതുപോലെ ഈ സിറ്റിയിലെ പല കമ്പനികൾ കാരണം നമ്മുടെ ഭൂമിയിലെ സസ്യങ്ങളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ നക്ഷത്രങ്ങളെ നോക്കുന്ന കാര്യങ്ങളൊക്കെ വിട്ട് ഭൂമിക്ക് വേണ്ടി നല്ലത് എന്തെങ്കിലും ചെയ്യും. അത്രയും പറഞ്ഞതിന് ശേഷം അവൾ ഒരു പ്രൊജക്റ്റും പ്രൊപ്പോസ് ചെയ്തു. എന്നാൽ ബ്രൂസ് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം ആ പ്രൊജക്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ബുദ്ധിമുട്ടാവും. അവൻ പറയുന്നത് ആദ്യം മനുഷ്യരുടെ കാര്യം, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം നോക്കിയാൽ മതി എന്നാണ്. അത് കേട്ട പോയിസന് ശരിക്കും ദേഷ്യം വന്നു. അവളിപ്പോൾ അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരോട് പറയുന്നത്, ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഈ ചെടികൾ തന്നെ നിങ്ങൾ മനുഷ്യരെല്ലാവരും കൊല്ലുന്നതാണ്. അത് കേട്ട് എല്ലാവർക്കും ചിരി വന്നു. അതിലൊരു ലേഡി പറയുന്നത്, അത് നീ ഇവിടേക്ക് ആദ്യമായിട്ട് വന്നോട്ട് തോന്നുകയാണ്. ഇവിടെ ബാറ്റ്മാൻ എന്നും റോബിൻ എന്നും പറയുന്ന 2 പേരുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും അവർ 2 പേരും ഞങ്ങൾ എല്ലാത്തിൽ നിന്നും രക്ഷിക്കുന്നതാണ്. ഈ സമയത്താണ് ബ്രൂസ് അവർക്ക് ഒരു കാർഡ് കൊടുത്തത്. അതൊരു ഫണ്ട് റൈസിംഗ് പരിപാടിയായിരുന്നു. വനങ്ങളെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ള പേരിൽ ബോട്ടാണിക്കൽ ഗാർഡനിൽ വെച്ചിട്ടാണ് ആ പരിപാടി നടക്കുന്നത്. ഗസ്റ്റ് ആയിട്ട് വരുന്നത് ബാറ്റ്മാനും റോബിനും. അങ്ങനെ ആ കാർഡ് കൊടുത്തതിന് ശേഷം ബാറ്റ്മാൻ അവിടെ നിന്ന് പോയി. ഈ സമയം പോയിസൺ ചിന്തിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ആദ്യം ബാറ്റ്മാനും റോബിനോട്ട് ഒരു പണി കൊടുക്കണം എന്നാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സിറ്റി മൊത്തം അവളുടെ കൺട്രോളിലാവും. ഈ സമയം മിസ്റ്റർ ഫ്രീസ് ആണെങ്കിൽ അയാളുടെ സ്ഥലത്തിരുന്ന് ചില വീഡിയോസ് കാണാണ്. അതായത് അയാളും അയാളുടെ ഭാര്യയും തമ്മിലുള്ള കുറച്ച് വീഡിയോസ്, അവരുടെ മാത്രം പഴയ സന്തോഷ നിമിഷങ്ങൾ. പെട്ടെന്നാണ് അയാളുടെ ഒരു അസിസ്റ്റന്റ് അങ്ങോട്ട് ഓടി വന്ന് അയാളുടെ കയ്യിൽ ഒരു പത്രമുണ്ട്. എന്നാൽ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് ഫ്രീസിന് ശരിക്കും ദേഷ്യം വന്നു. അയാളുടെ ഗണ്ണെടുത്തിട്ട് മറ്റവനെ നേരെ ഷൂട്ട് ചെയ്തു. അതോടുകൂടെ മറ്റവൻ മൊത്തം ഐസായി പോയി. അങ്ങനെ അവനെ ആ കോലത്തിലാക്കിയതിനു ശേഷം ഫ്രീസ് വീണ്ടും ആ വീഡിയോ കാണാൻ തുടങ്ങി.
ഭാര്യയുടെ കാര്യത്തിൽ ഇപ്പോഴൊക്കെ നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ അയാളുടെ ഭാര്യയോടായിട്ട് പറയുന്നത്, നീ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യണോറ, എനിക്ക് ഒരു ഡയമണ്ടും കൂടെ കിട്ടിയാൽ മതി, നിന്നെ ഉറപ്പായിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. അത്രയും പറഞ്ഞതിന് ശേഷം അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റു. ഈ സമയത്താണ് ആ ഫ്രീസായി കിടക്കുന്നവന്റെ കയ്യിലെ പത്രം അയാൾ കണ്ടത്. അതിലെഴുതിയിരിക്കുന്നത് ബ്രൂസ് വെയിൻ അവന്റെ ഫാമിലി ഡയമണ്ട്സ് ലോൺ കൊടുക്കുന്നുണ്ടെന്നാണ്. അത് കണ്ടപ്പോൾ ഫ്രീസിനൊരാശയം, നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കാം. അങ്ങനെ രാത്രി ആ ഫംഗ്ഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ അവിടെ കൂടിയിട്ടുണ്ട്. ചീഫ് ഗസ്റ്റ് ആയിട്ട് ബാറ്റ്മാനും റോബിനും എത്തി. ഇവർ ഈ ഫംഗ്ഷൻ നടത്തുന്നതിന്റെ ഒറ്റ കാരണം ആ ഡയമണ്ട്സ് കാണിച്ച ആ മിസ്റ്റർ ഫ്രീസ് വരുന്ന അറിയാവുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അവർ രണ്ടുപേരും വെയിറ്റ് ചെയ്യുന്നത് മിസ്റ്റർ ഫ്രീസിനെയാണ്. ഈ സമയത്താണ് ആ ഡിറ്റക്റ്റീവ് ഗോർഡൻ അങ്ങോട്ട് വന്നത്. ബ്രൂസിന്റെ ഫാമിലിയുടെ ഒരു ഡയമണ്ട് മാല അയാളുടെ കയ്യിലുണ്ട്. അയാളിപ്പോൾ അത് ഡിസ്പ്ലേക്കായിട്ട് കാണിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ അത് ലേലത്തിൽ വിളിക്കണം. ആ ഒരു പരിപാടിയാണ് അവിടെ നടക്കുന്നത്. അതിനെ തുടർന്ന് ആൾക്കാരൊക്കെ ലേലം വിളിക്കാൻ തുടങ്ങി. ഈ സമയം കുരങ്ങന്റെ വേഷം കിട്ടിയ 2-3 ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അതിലിപ്പോൾ ഒരു കുരങ്ങൻ അതിന്റെ വേഷം അയച്ചു. അത് മറ്റാരുമല്ല, അത് ആ പോയിസൺ ഐവി ആയിരുന്നു. അങ്ങനെ വേഷമൊക്കെ അഴിച്ചു വെച്ചതിന് ശേഷം അവൾ എല്ലാവർക്കും കൂടെ ഒരു ഫ്ലൈയിങ് കിസ് കൊടുക്കുകയാണ്. അങ്ങനെ കിസ്സൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം എല്ലാവരും അവളിലേക്ക് അട്രാക്റ്റായി, ബാറ്റ്മാനും റോബിനും അടക്കം. അങ്ങനെ എല്ലാവരെയും ആ അവസ്ഥയിലാക്കിയതിന് ശേഷം അവൾ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ആ ഡയമണ്ട് മാല മേടിച്ചിട്ട് കഴുത്തിലേക്ക് ഇട്ടു. എന്നിട്ട് അവൾ എല്ലാവരോടുമായിട്ട് പറയുന്നത്, ഇനി നിങ്ങൾ ആരാണോ ഈ ഡയമണ്ട് ലേലത്ത് പിടിക്കുന്നത് അവരുടെ കൂടെ ഞാനും വരുന്നതാണ്. അത് കേട്ടപ്പം എല്ലാ ആൾക്കാർക്കും ഇൻട്രസ്റ്റ് ആയി. ഓരോരുത്തർമാര് പൈസ അങ്ങനെ കയറ്റി വിളിക്കാൻ തുടങ്ങി. എന്നാൽ ബാറ്റ്മാനും റോബിനും വിടുന്നില്ല. അവര് നല്ല രീതിക്ക് പൈസ കയറ്റി വിളിച്ചു. ബാറ്റ്മാൻ ഇപ്പോൾ അവന്റെ ക്രെഡിറ്റ് കാർഡ് കയ്യിലും പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. പെട്ടെന്നാണ് അവിടെ മൊത്തം ഇടിച്ചു പൊളിച്ചുകൊണ്ട് ഫ്രീസ് അങ്ങോട്ട് വന്ന ഉടനെ തന്നെ അയാൾ അവിടെ ഉണ്ടായിരുന്ന കുറെ ആൾക്കാരെ ഐസാക്കി മാറ്റി ആ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്ത്. അയാളുടെ കൂടെ അയാളുടെ അസിസ്റ്റൻസും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഫൈറ്റ് നടക്കുന്നതിനിടയിൽ ഫ്രീസ് നേരെ പോയിസന്റെ അടുത്തേക്ക് വന്നു ആ ഡയമണ്ട് മേടിക്കാൻ വേണ്ടി. എന്നാൽ അയാൾ അടുത്തേക്ക് വന്നപ്പം അവൾ അയാൾക്ക് ഒരു ഫ്ലൈയിങ് കിസ് കൊടുത്തു. എന്നാൽ ഈ ഫ്രീസിന്റെ ബ്ലഡ് ഐസാണ്, അതുകൊണ്ട് അതൊന്നും അയാൾക്ക് കേൾക്കത്തില്ല. അങ്ങനെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പോയിസൺ ആ ഡയമണ്ട് എടുത്തിട്ട് ഫ്രീസിന് കൊടുത്തു. അതിനെ തുറന്ന് ഫ്രീസ് വേഗം അയാളുടെ വണ്ടിയിലേക്ക് കയറി. ഈ സമയം പോയിസൺ നേരെ ചെന്നത് അവിടെ കുരങ്ങന്റെ വേഷത്തിൽ നിൽക്കുന്ന ആ ബെയിൻ്റെ അടുത്തേക്കാണ്. എന്നിട്ട് അവൾ പറയുന്നത്, നമുക്ക് അർജന്റായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നാണ്. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ഫ്രീസും അയാളുടെ ഗ്യാങ്ങും വളരെ വേഗത്തിൽ അവരുടെ വണ്ടി ഓടിച്ച് അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പുറകിലായിട്ട് ബാറ്റ്മാൻ അവന്റെ കാറിലും റോബിൻ അവന്റെ ബൈക്കിലും വരുന്നുണ്ട്. അവിടെ വലിയൊരു പ്രതിമയുണ്ട്. അതിന്റെ മുകളിലേക്കാണ് ഫ്രീസും കൂട്ടിനും കാർ ഓടിച്ച് കയറ്റിയത്. പുറകിലായിട്ട് ബാറ്റ്മാനും റോബിനും വരുന്നുണ്ട്. അങ്ങനെ കുറെ പോയി അവർ ആ പ്രതിമയുടെ കൈൻ്റെ അടുത്ത് എത്താറായി. ഇപ്പൊ റോബിൻ അങ്ങോട്ട് വന്ന് അവന് ജമ്പ് ചെയ്യാൻ പറ്റത്തില്ല എന്ന കാര്യം ബാറ്റ്മാൻ അറിയാം. അതുകൊണ്ട് നീ ഇവിടെ നിന്നോ എന്നൊക്കെ ബാറ്റ്മാൻ വിളിച്ചു പറഞ്ഞു. എന്നാൽ റോബിന് തീരെ അനുസരണം ഇല്ലാത്തതാണ്. അതറിയാവുന്നത് കൊണ്ട് തന്നെ ബാറ്റ്മാൻ അവന്റെ കാറിലിരുന്നിട്ട് റോബിന്റെ ബൈക്കിന്റെ എഞ്ചിൻ അങ്ങോട്ട് ഓഫാക്കി. അപ്പോഴേക്ക് ഫ്രീസും കൂട്ടിനും ആ പ്രതിമയുടെ കയ്യിൽ നിന്നും അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് ജമ്പ് ചെയ്തു. പുറകിലായിട്ട് ബാറ്റ്മാന്റെ കാറും. ഇതെല്ലാം കണ്ട് റോബിന് ശരിക്കും അങ്ങോട്ട് ദേഷ്യം വന്നു. അങ്ങനെ ആദ്യ അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് ലാൻഡ് ആവുന്നത് ഫ്രീസാണ്. ഈ സമയം ബാറ്റ്മാന്റെ കാർ അങ്ങോട്ട് പറന്നു വരുന്ന കാണുമ്പോൾ ഫ്രീസ് അവന്റെ തോക്കെടുത്ത് അങ്ങോട്ട് ഷൂട്ട് ചെയ്തു. അതോടുകൂടെ ആ കാർ ഐസായി. എന്നാൽ ബാറ്റ്മാൻ ഐസ് ആവുന്നതിന് മുമ്പ് തന്നെ ബാറ്റ്മാൻ ആ കാറിൽ നിന്ന് വെളിയിലേക്ക് ചാടി. എന്നിട്ട് ബാറ്റ്മാൻ നേരെ പോയത് ഫ്രീസിന്റെ വണ്ടിയിലേക്കാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ബാറ്റ്മാൻ ഫ്രീസിനെ കീഴ്പ്പെടുത്തി. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം ബാറ്റ്മാനെ വെയിറ്റ് ചെയ്തുകൊണ്ട് റോബിൻ അവിടെ നിൽക്കുന്നുണ്ട്. റോബിൻ വല്ലാത്ത ദേഷ്യത്തിലാണ്. കാരണം അങ്ങനത്തെ പരിപാടിയാണല്ലോ ബാറ്റ്മാൻ എന്ന് കാണിച്ചത്. ഈ സമയം ബാറ്റ്മാൻ പറയുന്നത്, ഓൾറെഡി നീ ആ പെണ്ണിനെ കണ്ട് മയങ്ങി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. മാത്രമല്ല നിനക്ക് ആ ബിൽഡിങ്ങിൽ നിന്ന് ജമ്പ് ചെയ്യാൻ പറ്റത്തില്ല എന്ന കാര്യം എനിക്ക് നേരത്തെ മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ നിന്നെ അവിടെ പിടിച്ചു വെച്ചത്. പിന്നെ ഇവിടെ എന്റെ റൂൾസ് ആണ്, ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കാൻ പറ്റിയെങ്കിൽ മാത്രം നിന്നാൽ മതി എന്നാണ് ബാറ്റ്മാൻ പറയുന്നത്. അത് കേൾക്കുന്ന റോബിൻ വളരെ ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇതേ സമയം തന്നെ ആൽഫ്രഡ് ആണെങ്കിൽ ഇയാൾക്കൊരു ബ്രദർ ഉണ്ട്, വിൽഫ്രഡ് എന്നാണ് അയാളുടെ പേര്. പുള്ളി മിസ്സിംഗ് ആണ്. ഒരുപാട് കാലമായിട്ട് ഇയാൾ ഈ വിൽഫ്രഡിനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇന്ത്യയിൽ എവിടെയോ ഉണ്ട് എന്നൊരു സൂചന കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആൽഫ്രഡ് ഇപ്പൊ വിൽഫ്രഡിന് വേണ്ടി ഒരു മെസ്സേജ് ഒക്കെ റെക്കോർഡ് ചെയ്തു. എന്നാൽ ഈ സമയം ഇവരാരും അറിയാതെ ആ ബാർബർ ഇപ്പൊ ഗ്യാരേജിലേക്ക് എത്തി. എന്നിട്ട് നൈസായിട്ട് അവൾ ആ ബൈക്ക് അവിടെ പാർക്ക് ചെയ്തു. എന്നാൽ അതിനിടയിലാണ് റോബിൻ ചെന്നിട്ട് അവളെ പിടിച്ചത്. എന്നാൽ ഇരുട്ടായതുകൊണ്ട് അത് റോബിനാണ് എന്ന കാര്യം അവൾക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് അവൾ റോബിനെ താഴേക്ക് ഇട്ടു. പിന്നീടാണ് അത് റോബിനാണെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായത്. അതുകൊണ്ട് അവളൊരു സോറി പറഞ്ഞിട്ട് വേഗം അവിടുന്ന് പോയി. പക്ഷെ അവൾ എവിടേക്കാണ് പോയതെന്നൊന്നും വ്യക്തമായി അവൾ റോബിനോട് പറഞ്ഞിട്ടില്ല. ഇനി കാണിക്കുന്നത് ആർക്കം അസൈലമാണ്. അവിടേക്കാണ് മിസ്റ്റർ ഫ്രീസിനെ അവർ മാറ്റിയിരിക്കുന്നത്. ഫ്രീസിനെ ഒരു കൂട്ടിലാക്കി അവർ റൂമിലേക്ക് കൊണ്ടുവച്ചു. എന്നിട്ട് ആ കൂട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറക്കിയപ്പോഴാണ് ഫ്രീസ് ആ 2 പോലീസുകാരെ പിടിച്ച് അറ്റാക്ക് ചെയ്തത്. എന്നിട്ട് അവരെ ഇടിച്ചിട്ടിട്ട് ഫ്രീസ് അവിടുന്ന് ഓടി. എന്നാൽ അയാൾക്ക് അധിക ദൂരം ഓടാൻ പറ്റിയില്ല. അയാൾ തളർന്നു വീണു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി അവിടെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്. ആ ബെഡിന്റെ അവിടെ മാത്രമേ തണുപ്പുണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് അയാൾക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബെഡിൽ ചെന്ന് കിടക്കണം. അങ്ങനെ ഒരു പണിയാണ് അവർ ഫ്രീസിന് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അയാൾ ഇഴഞ്ഞിഴഞ്ഞ് അയാളുടെ ബെഡിന്റെ അടുത്തേക്ക് പോയി. ഇതൊക്കെ കണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് ആ 2 പോലീസുകാർ അവിടുന്ന് പോയത്. ഈ സമയം തന്നെ ഐവി ആണെങ്കിൽ ബെയിനെയും കൊണ്ട് പോയിരിക്കുന്നത് ഒരു ഹൈഡ് ഔട്ടിലേക്കാണ്. അവിടെ കുറെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. ബെയിൻ വേഗം ചെന്നിട്ട് അമ്മരെല്ലാവരും അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. ഇനിയിപ്പോൾ ഒരു ഹൈഡ് ഔട്ടിന് വേണ്ടി ആ ബിൽഡിംഗ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കണം. ബെയിൻ ഇപ്പം അതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ പോയിസൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ നിലത്തേക്ക് കുറച്ച് വിത്തുകളൊക്കെ ഇട്ടു. അതിനെ തുറന്ന് കുറച്ച് ചെടികളൊക്കെ അവിടെ വളർന്നു വന്നു. ഇതേ സമയം തന്നെ ബ്രൂസും അവരുടെ ഗേൾഫ്രണ്ടായ ജൂലിയും കൂടെ അവരുടെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇപ്പൊ ജൂലിക്കൊരാഗ്രഹം ബ്രൂസിനെ കല്യാണം കഴിക്കണം. എന്നാൽ ബ്രൂസ് അത് സമ്മതിക്കത്തില്ല എന്ന കാര്യം ജൂലിക്ക് അറിയാം. എങ്കിലും അവനെ മിസ് ചെയ്യാൻ അവൾക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നീ ഒന്ന് ആലോചിച്ച് തീരുമാനം എടുക്ക് എന്നാണ് ജൂലി പറയുന്നത്.
അത്രയും പറഞ്ഞിട്ട് ജൂലി അവനൊന്ന് കിസ് ചെയ്തു. എന്നാൽ ഈ സമയം ബാറ്റ്മാന്റെ മനസ്സിൽ ആ പോയിസൺ ഐവിയാണ്. അവൾ അവനെ കിസ് ചെയ്യുന്നത് പോലെയാണ് അവനിപ്പോൾ ഫീൽ ചെയ്തത്. അതിനിടയിൽ റോബിൻ ആണെങ്കിൽ ആരാണ് ഈ പോയിസൺ ഐവി എന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ അവളുടെ ഒരു ഫോട്ടോ അവന്റെ കമ്പ്യൂട്ടറിലിട്ട് നോക്കാൻ തുടങ്ങി. അതിനിടയിലാണ് അവിടുത്തെ CCTVയിൽ അവനൊരു വിഷൽ കാണുന്നത്. അത് ബാർബറയായിരുന്നു. അവളൊരു ബൈക്കും എടുത്തുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങുന്നു. ഇവളിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അതുകൊണ്ട് റോബിനും അവളുടെ പുറകെ പോയി. അങ്ങനെ ബാർബറ നേരെ പോകുന്നത് സിറ്റിയിൽ നടക്കുന്ന ഒരു സ്ട്രീറ്റ് റേസിംഗിന്റെ അടുത്തേക്കാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ പങ്കെടുക്കാറുണ്ട്. അവർക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ട്. എന്നാൽ ഇവളറിയാതെ റോബിൻ ഒരു ബൈക്കിൽ വന്നിട്ട് ആ റേസിംഗിൽ ജോയിൻ ചെയ്തു. അങ്ങനെ വേഗം തന്നെ റേസിംഗ് ആരംഭിച്ചു. പോകുന്ന വഴിക്ക് അവർക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. അതൊക്കെ തരണം ചെയ്തിട്ട് വേണം അവർക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താൻ. എന്നാൽ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പം ശക്തിയായിട്ടുള്ള തീ അടിച്ചു. അതിനെ തുറന്ന് അവരെല്ലാവരും തെറിച്ചുപോയി. ബാർബറ നേരെ നിരങ്ങി ആ ബ്രിഡ്ജിൽ നിന്ന് താഴേക്ക് വീണു. എന്നാൽ അവളുടെ പുറകെ തന്നെ റോബിൻ ഉണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. അതുകൊണ്ട് അവൾ താഴേക്ക് പോയില്ല. അങ്ങനെ അവൻ തിരിച്ച് അവളെ കൊണ്ട് വീട്ടിലേക്ക് എത്തി. എന്നിട്ട് അവൻ ചോദിക്കുന്നത്, നീ എന്തിനാണ് ഇതുപോലത്തെ പരിപാടികൾ പങ്കെടുക്കുന്നതെന്നാണ്. അതേക്ക് അവൾ അതിന് മറുപടി പറഞ്ഞത്, നിങ്ങളുടെ കൂടെ നടക്കുന്ന ഈ ആൽഫ്രഡ് ഇല്ലേ, അദ്ദേഹമാണ് ഇത്രയും കാലം എന്നെ വളർത്തിയത്. എന്നിട്ട് അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ഇവിടെ തന്നെ ജീവിക്കുന്നു. എനിക്ക് അദ്ദേഹത്തിന് ഇവിടുന്ന് രക്ഷിക്കണം. അതിന് കുറച്ച് പൈസ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ റേസിംഗിൽ പങ്കെടുക്കുന്നത് എന്നാണ് അവൾ പറയുന്നത്. അതേക്കുമ്പം അതിന് ആൽഫ്രഡിന് ഇവിടെ നിൽക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അതൊക്കെ നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. അദ്ദേഹത്തിന് ഒരു അസുഖമുള്ള കാര്യം നിനക്കറിയോ എന്ന് ചോദിച്ച് അവൾ അപ്പുറത്തേക്ക് പോയി. എന്നാൽ ആൽഫ്രഡിന് ഒരു അസുഖമുണ്ട് എന്നൊക്കെ റോബിൻ അറിയത്തില്ലായിരുന്നു. ഈ സമയത്താണ് ബ്രൂസ് അങ്ങോട്ട് വരുന്നത്. അതെ റോബിൻ, അവൾ പറഞ്ഞത് ശരിയാണ്. ആൽഫ്രഡിന് ഒരു അസുഖമുണ്ട്. അയാൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രൂസ് അത് പറഞ്ഞു കേട്ട് റോബിൻ ശരിക്കും ഞെട്ടിപ്പോയി. ഇതേസമയം മിസ്റ്റർ ഫ്രീസ് ആണെങ്കിൽ അയാളുടെ സെല്ലിലിരുന്ന് ഒരു കഷ്ണം ഐസിൽ കാർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ ഭാര്യയുടെ ഒരു രൂപമാണ് അയാൾ ആ ഐസിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് അതിനൊരു കൂട്ടിലേക്ക് വെച്ചിട്ട് പുള്ളി അതും നോക്കിയിരിക്കുകയാണ്. അയാൾക്ക് കാവലായിട്ട് 2 പോലീസുകാർ അവിടെ നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് പോലീസുകാർക്ക് ഒരു കോൾ വന്നത്. അവർ പറയുന്നത് നിങ്ങളെ കാണാൻ വേണ്ടി നിങ്ങളുടെ സിസ്റ്റർ വന്നിട്ടുണ്ടെന്ന്. അതേക്കുമ്പോൾ ഫ്രീസിന് അത്ഭുതമായി. എന്റെ സിസ്റ്ററോ? ഫ്രീസ് അത് ചോദിച്ചപ്പോഴേക്കും അവർ വാതിൽ തുറന്നു കൊടുത്തു. അവനെ കാണാൻ വന്നിരിക്കുന്ന മറ്റാരുമല്ല, അത് ആ പോയിസൺ ഐവിയാണ്. അങ്ങനെ ഐവി അങ്ങോട്ട് വന്നതിന് ശേഷം ആ 2 പോലീസുകാർക്ക് നേരെ അവളുടെ ഫ്ലൈയിങ് കിസ് കൊടുത്തു. അതിനെ തുടർന്ന് അവർ 2 പേരും മയങ്ങിപ്പോയി. ഈ സമയം അവർക്ക് 2 പേർക്കും അവൾ റിയൽ ആയിട്ടൊരു കിസ് കൊടുക്കുകയാണ്. അതോടുകൂടെ 2 പേരും മരിച്ചു കാണും. ഇതൊക്കെ കണ്ട് ഫ്രീസിനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഇതേസമയം തന്നെ ബെയിൻ ആണെങ്കിൽ മറ്റൊരു സെക്യൂരിറ്റിയെ കൊന്നതിന് ശേഷം ആ അസൈലത്തിനകത്തേക്ക് പ്രവേശിച്ചു. അവന്റെ ലക്ഷ്യം മിസ്റ്റർ ഫ്രീസിന്റെ സ്യൂട്ട് അടിച്ചു മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ സ്യൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ബെയിൻ വേഗം തന്നെ അതും കൊണ്ട് ഫ്രീസിന്റെ സെല്ലിലേക്ക് ഓടി. അതിനിടയിൽ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോലീസുകാർ വരുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ അവൻ എല്ലാത്തിനും ഇടിച്ചിട്ടു. ഇതേസമയം തന്നെ ഐവി ആണെങ്കിൽ ഫ്രീസിന്റെ അടുത്ത് കാര്യം പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇവിടുന്ന് രക്ഷിക്കാൻ പോവാണെന്ന്. അതേക്കുമ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അതിന് പകരമായിട്ട് ഞാൻ നിനക്ക് എന്താണോ ചെയ്തു തരേണ്ടത് അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ആദ്യം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. മാത്രമല്ല നിങ്ങൾക്ക് ഞാൻ ഒരാളെ കൂടെ പരിചയപ്പെടുത്തി തരാം എന്നും പറഞ്ഞിട്ട് അവൾ അവിടുത്തെ ഡോർ തുറന്നു. അപ്പോഴേക്കും ബെയിൻ ആ സ്യൂട്ടുമായിട്ട് അകത്തേക്ക് എത്തി. ബെയിൻ ഇപ്പൊ തന്റെ സ്യൂട്ട് കൊണ്ടുവന്ന് കണ്ട് ഫ്രീസ് ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ പെട്ടെന്ന് തന്നെ ഫ്രീസ് സ്യൂട്ട് ചെയ്തു. എന്നാൽ ഈ സമയത്താണ് മറ്റൊരു കാര്യം നടന്നത്. അവർ ആ സെല്ലിന്റെ ഡോർ ക്ലോസ് ചെയ്തായിരുന്നു. എന്നാൽ ഇപ്പൊ പോലീസുകാർ വന്ന് ഗ്യാസ് കട്ടർ വെച്ചതൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങി. ഫ്രീസ് നോക്കുമ്പോൾ അയാളുടെ സ്യൂട്ടിനാണെങ്കിൽ വേണ്ടത് ചാർജ് ഇല്ല. അത് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയമണ്ട്സ് വേണം. ഇപ്പൊ ആ സെല്ലിനകത്ത് വെച്ചിട്ട് ഡയമണ്ട്സ് കിട്ടാനും പോകുന്നില്ല. ആ കാര്യം ഫ്രീസ് പറയുമ്പോൾ അതോട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഇവിടുന്ന് രക്ഷപ്പെട്ടാ പോരെ, ആ കാര്യം ഞാൻ ഏറ്റെന്നും പറഞ്ഞിട്ട് ഐവി ഇപ്പൊ ബെയിനെ വിളിച്ചു. അതിനെ തുറന്ന് ബെയിൻ ചെന്ന് അവിടുത്തെ ചുമരിനിട്ട് ഒരൊറ്റ അടി. എന്നാൽ ആ ചുമര് സ്റ്റീലായിരുന്നു. അതുകൊണ്ട് തന്നെ അവനത് പൊളിക്കാൻ പറ്റുന്നില്ല. അത് സ്റ്റീലാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം ഫ്രീസിന് ഒരു ഐഡിയ തോന്നി. അയാളുടെ സ്യൂട്ടിൽ ഒരു കേബിൾ ഊരി പൈപ്പ് തുറന്ന് വെള്ളത്തിലേക്ക് കണക്ട് ചെയ്തു. അതോടുകൂടെ ആ വെള്ളം വരുന്ന പൈപ്പ് മൊത്തം ഐസായി പോയി. അത് ആ ചുമരിന്റെ ഇടയിൽ കൂടി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഐസായതിനെ തുറന്ന് ആ ചുമരും തകർന്നുപോയി. എന്നാൽ പൊളിഞ്ഞ ഭാഗത്തിന്റെ അപ്പുറത്തേക്ക് ഒന്ന് നോക്കിയപ്പം താഴേക്ക് നല്ല താഴ്ചയുണ്ട്. ഒഴുകുന്ന നദിയും കാണാം. പക്ഷെ അതുവഴി ചാടാന്നല്ലാതെ അവരുടെ മുമ്പിൽ മറ്റൊരു മാർഗ്ഗമില്ല. അതുകൊണ്ട് ഫ്രീസ് ഇപ്പോൾ അവളോട് പറയുന്നത്, ഞാൻ പോയിട്ട് എന്റെ ഡയമണ്ട്സ് എടുക്കാം, ആ സമയം നീയും ബെയിനും ചെന്ന് എന്റെ വൈഫിനെ രക്ഷിക്കണം. വൈഫിന്റെ കാര്യം പറഞ്ഞപ്പം പോയിസന് ശരിക്കും ദേഷ്യം വന്നു. നിങ്ങൾക്ക് വൈഫ് ഉണ്ടായിരുന്നോ? ആ കാര്യം നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല എന്നാണ് അവൾ ചോദിക്കുന്നത്. എന്നാൽ അപ്പോഴേക്കും ഫ്രീസ് അവളെയും പിടിച്ച് നേരെ താഴേക്ക് ചാടി. ഈ സമയമ്പോഴേക്കും പോലീസുകാർ ആ വാതിലും പൊളിച്ച് സെല്ലിന്റെ അകത്തേക്ക് കടന്നു. ഇനിയിപ്പോൾ അതിനകത്ത് ബാക്കിയുള്ളത് ബെയിനാണ്. പോലീസുകാർ അവനെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ ബെയിനും അവിടുന്ന് താഴേക്ക് ഒരൊറ്റ ചാടും. ഈ സമയം തന്നെ ബ്രൂസ് ആണെങ്കിൽ ആൽഫ്രഡിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്, അയാളുടെ അസുഖത്തെക്കുറിച്ച്. എന്തിനാണ് ആൽഫ്രഡ് ഈ കാര്യം ഞങ്ങളോട് ഇത്രയും കാലം മറച്ചു വെച്ചത്? നിങ്ങൾക്ക് ഏത് ഹോസ്പിറ്റലാണ് പോകേണ്ടത്, ഏത് ഡോക്ടറെയാണ് കാണേണ്ടത്, ഈ ലോകത്തുള്ള എവിടെ വേണമെങ്കിലും ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകാം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണം എന്നാണ് ബ്രൂസ് പറയുന്നത്. അതേക്കുന്ന ആൽഫ്രഡ് പറയുന്നത്, ഈ ലോകത്തുള്ള പല ഡോക്ടേഴ്സിനെ ഞാൻ കൺസൾട്ട് ചെയ്താണ്, ആർക്കും അതിനൊരു ക്യൂർ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നാണ് ആൽഫ്രഡ് പറയുന്നത്. അങ്ങനെ അവരാ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഫ്രീസ് രക്ഷപ്പെട്ടെന്നും പറഞ്ഞിട്ട് റോബിൻ അങ്ങോട്ട് വന്നത്. അത് കേട്ടതും ബാറ്റ്മാൻ വേഗം അവന്റെ പുറകെ പോയി. അങ്ങനെ ബാറ്റ്മാനും റോബിനും പോലീസുകാരും നേരെ ചെന്നത് ആ ഫ്രീസിന്റെ വീട്ടിലേക്കാണ്. എന്നാൽ ഈ സമയം ഫ്രീസ് അവിടെ ഉണ്ടായിരുന്നില്ല. ഓഫീസർ ഗോർഡൻ ഇപ്പം ആ ആർക്കം അസൈലത്തിലെ CCTV ഫുട്ടേജ് ഒക്കെ ബാറ്റ്മാനും റോബിനും കാണിച്ചു കൊടുത്തു. അതിൽ നിന്ന് ആ പോയിസൺ ഐവിയാണ് അയാളെ രക്ഷിച്ചത് എന്ന കാര്യം ബാറ്റ്മാന് മനസ്സിലായി. മാത്രമല്ല മറ്റൊരു ഫയലും കൂടെ ഗോർഡൻ ഇപ്പൊ ബാറ്റ്മാന് കാണിച്ചു കൊടുത്തു. അതായത് 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ പോയിസൺ ഐവിയും ഈ ബെയിനും കൂടെ ഗോതം എയർപോർട്ടിൽ ലാൻഡ് ചെയ്തത്.
അതും സൗത്ത് അമേരിക്കയിൽ നിന്ന് ചാർട്ടർ ചെയ്തൊരു ഫ്ലൈറ്റിൽ. ആ വന്ന വരവില് അവർ കൊടുത്ത പണി കാരണം 10 സെക്യൂരിറ്റി ഗാർഡ്സ് ഹോസ്പിറ്റലായി. മാത്രമല്ല ഒരു ബിസിനസ്സുകാരൻ മരിക്കുകയും ചെയ്തു. അയാളുടെ ശരീരത്തിൽ എന്തോ വിഷം കയറിയതാണ്. എന്നിട്ട് അയാളുടെ കാറും മോഷ്ടിച്ചിട്ടാണ് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഈ കാര്യങ്ങളൊക്കെയാണ് ഗോർഡൻ ഇപ്പൊ ബാറ്റ്മാനോട് പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം ഇപ്പൊ ബാറ്റ്മാനും റോബിനും ഡിസ്കസ് ചെയ്യുന്നത് എന്തിനാണ് ഐവി ഫ്രീസിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയതാണ്. അങ്ങനെ അതും സംസാരിച്ചിട്ട് അവർ നേരെ പോയത് മിസ്റ്റർ ഫ്രീസിന്റെ ആ സീക്രട്ട് റൂമിലേക്കാണ്. അവരവിടുത്തെ ബട്ടണിൽ ഞെക്കിയപ്പം അത് ഓപ്പൺ ആയിട്ട് വന്നു. അതിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന അയാളുടെ ഭാര്യയെ കണ്ട് അവർ രണ്ടുപേരും ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. എന്നാൽ ഈ സമയം തന്നെ ഇവര് നിൽക്കുന്ന ഈ റൂം ഉണ്ടല്ലോ, അതിൽ താഴത്തെ ഫ്ലോറിലായിട്ട് ഫ്രീസും ഐവിയും നിൽക്കുന്നുണ്ട്. അവരിപ്പോ ബാറ്റ്മാനെയും റോബിനെയും കാണുകയും ചെയ്തു. അതിനിടയിൽ ബാറ്റ്മാൻ ചെന്ന് അവിടുത്തെ കമ്പ്യൂട്ടറിൽ ഇവളുടെ പ്രശ്നം എന്താണെന്നൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഇവളുടെ അസുഖത്തിന്റെ പേര് മക്ഗ്രിഗേഴ്സ് സിൻഡ്രോം എന്നാണ്. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ സ്റ്റേജ് 1 ആണ്. ഈ സ്റ്റേജ് 1 ആണെങ്കിൽ അത് സുഖപ്പെടുത്താൻ പറ്റും. എന്നാൽ 2ലും 3ലേക്കും 4ലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ 2ൽ ചെറിയൊരു പ്രതീക്ഷ ഉണ്ട്. എന്നാൽ 3ലേക്കും 4ലേക്കും പോയി കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പൊ ഇവൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കി ഇതിനൊരു ക്യൂർ കണ്ടുപിടിക്കാനാണ് ഫ്രീസ് ശ്രമിക്കുന്നത് എന്ന കാര്യം ബാറ്റ്മാന് മനസ്സിലായി. ഈ സമയം താഴെ നിൽക്കുന്ന ഫ്രീസ് പറയുന്നത് എന്റെ സ്യൂട്ടിൽ തീരെ ചാർജ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവരെ നേരിടാൻ പറ്റത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതേക്കുമ്പോൾ ബാറ്റ്മാന്റെയും റോബിന്റെയും പിന്നെ നിങ്ങളുടെ ഭാര്യയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ചെന്നിട്ട് നിങ്ങളുടെ ഡയമണ്ട്സ് എടുക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഐവി ഫ്രീസിനോടൊന്ന് പറഞ്ഞു വിട്ടു. അതിനുശേഷം അവൾ ബാറ്റ്മാനെയും റോബിനും നേർക്ക് ഒരു ഫ്ലൈയിങ് കിസ് കൊടുത്തു. അത് മണത്തപ്പോൾ തന്നെ ഐവി അവിടെ ഉണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവളെ ഫോളോ ചെയ്ത് അവർ താഴത്തെ നിലയിലേക്ക് ഇറങ്ങി. ഈ സമയം ഫ്രീസ് ആണെങ്കിൽ മെയിൻ ഹാളിലേക്കുള്ള വാതിൽ തുറന്നു. എന്നാൽ നോക്കുമ്പോൾ അവിടെ മൊത്തം പോലീസുകാരാണ്. അത് കണ്ട അയാൾക്ക് ശരിക്കും ദേഷ്യം വന്നു. അയാൾ അവിടുത്തെ ഒരു ലിവർ പൊക്കി. അതോടുകൂടെ ആ ഹാളിൽ മൊത്തം ഗ്യാസ് സ്പ്രെഡായി. അതിനെ തുടർന്ന് അവിടെ നിൽക്കുന്ന മുഴുവൻ പോലീസുകാരും ഐസായിട്ട് മാറാൻ തുടങ്ങി. ഈ ഒരു ഗ്യാപ്പിൽ ഫ്രീസ് ഡയമണ്ട്സ് എടുത്തിട്ട് അയാളുടെ സൂട്ടിലേക്ക് നിറച്ചു. ഇതേ സമയം തന്നെ ബാറ്റ്മാനും റോബിനും ഐവി അന്വേഷിച്ച് നടക്കാണ്. അതിനിടയിലാണ് ബെയിൻ അങ്ങോട്ട് വന്നത്. അങ്ങനെ ഉടനെ തന്നെ ബാറ്റ്മാനും റോബിനും ബെയിനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ബെയിനെ കീഴ്പ്പെടുത്താന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആദ്യം തന്നെ ബെയിൻ റോബിൻ ഇടിച്ച് താഴേക്കിട്ടു. എന്നിട്ട് അവൻ നേരെ ബാറ്റ്മാന്റെ അടുത്തേക്ക് വന്നു. ഈ സമയത്താണ് ഐവി റോബിന്റെ അടുത്തേക്ക് വന്ന് അവളിപ്പോൾ അവനെ വശീകരിച്ച് അവനെ കിസ് ചെയ്യാൻ തുടങ്ങാണ്. എന്നാൽ കിസ് ചെയ്യുമ്പോഴേക്കും ആ ബെയിൻ ബാറ്റ്മാനെ ഇടിച്ച് താഴേക്കിട്ടു. അതോടുകൂടി അവളുടെ ശ്രദ്ധ മാറി. അങ്ങനെ റോബിൻ പിന്നെ എഴുന്നേറ്റ് ചെന്നിട്ട് ആ ബെയിനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അവനെ കൈ കിട്ടിയതും ബെയിൻ ഉടനെ അവനെ അങ്ങോട്ട് പൊക്കിയെടുത്തു. ഈ സമയം ഐവി നേരെ ബാറ്റ്മാന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവനെ കിസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ബാറ്റ്മാൻ ചാടി എഴുന്നേറ്റ്. എന്നിട്ട് അവൻ പറയുന്നത് ആദ്യം ഫ്രീസ് അവിടെ ഉണ്ടെന്ന് പറ, എന്നിട്ട് നീ നേരെ ജയിലിലേക്ക് പോകാൻ നോക്കുന്നതാണ്. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ബെയിൻ ആണെങ്കിൽ റോബിനെ ഇടിച്ചിട്ടു. എന്നിട്ട് പെട്ടെന്ന് തന്നെ വന്നിട്ട് ബാറ്റ്മാനും പിടിച്ചു. അങ്ങനെ ബെയിൻ ബാറ്റ്മാനെ പിടിച്ചു കഴിഞ്ഞപ്പം ഐവി നേരെ റോബിന്റെ അടുത്തേക്ക് പോയി. ഇതേ സമയം തന്നെ പോലീസുകാരാണെങ്കിൽ വളരെ കഷ്ടപ്പെട്ടാണ് അവിടെ പിടിച്ചു നിൽക്കുന്നത്. അതിനിടയിൽ ഗോർഡൻ എഴുന്നേറ്റു. എന്നിട്ട് അയാൾ ചെന്നിട്ട് ആ ലിവർ പൊക്കി. അതോടുകൂടെ അവിടെ ഐസാവും നോക്കി നിന്നു. അതിനെ തുടർന്ന് പോലീസുകാരൊക്കെ എഴുന്നേക്കുകയും ചെയ്തു. അങ്ങനെ എഴുന്നേറ്റ് ഉടനെ തന്നെ പോലീസുകാർ നേരെ പോകുന്നത് അവിടുത്തെ കോണി വഴിയ ഫ്രീസിന്റെ അടുത്തേക്കാണ്. ഫ്രീസ് അവിടെ ചെന്നിട്ട് അയാളുടെ സാധനങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങായിരുന്നു. എന്നാൽ പോലീസുകാർ അങ്ങോട്ട് വരുന്ന കണ്ടപ്പം ഫ്രീസ് ആദ്യത്തെ പോലീസുകാരനോട്ട് ഒറ്റ ചവിട്ട്. അതോടുകൂടെ മറ്റേ ചീട്ടുകളൊക്കെ വീഴുന്ന പോലെ എല്ലാ പോലീസുകാരും കൂടെ താഴേക്ക് വീണു. ഈ സമയം തന്നെ ബാറ്റ്മാൻ ആണെങ്കിൽ ആ ബെയിനെ ഇടിച്ചിട്ടു. അതിനിടയിൽ പോയിസൺ റോബിന്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അവളിപ്പം അവനെ കിസ് ചെയ്യാൻ ഒരുങ്ങാണ്. റോബിൻ ഇപ്പം അവളുടെ ഈ സൗന്ദര്യത്തിൽ അലിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അവനും അതിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. എന്നാൽ അവൾ അവനെ കിസ് ചെയ്യുമ്പോഴേക്കും ബാറ്റ്മാൻ അങ്ങോട്ട് വന്നു. എന്നിട്ട് ബാറ്റ്മാൻ പറയുന്നത് ആ എയർപോർട്ടിൽ ഒരു ബിസിനസ്സുകാരൻ കൊല്ലപ്പെട്ടു എന്ന് ഗോഡൻ പറഞ്ഞ് നീ ഓർക്കുന്നില്ലേ? അത് ഇവള് കിസ് ചെയ്തുകൊണ്ടാണ്. ഇവള് കിസ് ചെയ്താലേ വിഷം സ്പ്രെഡ് ആവും, അതോട് മാറിയേക്ക്. എന്നാൽ ബാറ്റ്മാൻ അതിൽ ഇന്റർഫിയർ ചെയ്ത് റോബിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവര് രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു ഗ്യാപ്പിൽ ഐവി അവിടുന്ന് പോവുകയും ചെയ്തു. അവളുടെ പുറകിൽ ആ ബെയിനും. അങ്ങനെ ആ ഫൈറ്റിനിടയിൽ ബാറ്റ്മാൻ റോബിനെ ഇടിച്ച് അവിടെ പച്ച കളർ ക്രീം പോലെ എന്തുകൊണ്ട് അതിനകത്ത് കിട്ടും. അതോടുകൂടിയാണ് അവനൊന്ന് അടങ്ങിയത്. എന്നിട്ട് ബാറ്റ്മാൻ തന്നെ അവനെ വലിച്ചു കയറ്റുകയും ചെയ്തു. പക്ഷെ തന്റെ എല്ലാ കാര്യത്തിലും ബാറ്റ്മാൻ ഇടപെടുന്നതുകൊണ്ട് റോബിന് നല്ല ദേഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാന്നും പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തോടെ റോബിൻ അവിടുന്ന് പോയി. ഈ സമയം പോയിസൺ നേരെ പോയിരിക്കുന്നത് ആ ഫ്രീസിന്റെ ഭാര്യ ഇട്ടുവെച്ച ആ കൂടിന്റെ അടുത്തേക്കാണ്. അതുമായിട്ടൊരു പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് അവളെ ജീവനോടെ നിലനിർത്തുന്നത്. അവളിപ്പോൾ ആ പൈപ്പ് ഡിസ്കണക്ട് ചെയ്തു. അതിനുശേഷം നോറയുടെ കഴുത്തിലൊരു മാല കിടപ്പുണ്ട്. അവൾ അതും എടുത്തു. എന്നിട്ട് അവൾ നേരെ പോകുന്നത് അവളുടെ ഹൈഡൌട്ടിലേക്കാണ്. അവിടെയാണ് ഇപ്പൊ ഫ്രീസ് ഉള്ളത്. ഇപ്പൊ പോയിസനെ കണ്ട ഉടനെ തന്നെ ഫ്രീസ് ചോദിക്കുന്നത് നീയല്ലേ പറഞ്ഞ എന്റെ ഭാര്യയെ രക്ഷിച്ചുകൊണ്ട് വരാന്ന്. എന്നിട്ട് അവളെവിടെ? അതേക്കുന്ന പോയിസൺ പറയുന്നത് എന്നോട് ക്ഷമിക്കണം ഫ്രീസ്, അതിന് എന്നെ കൊണ്ട് പറ്റിയില്ല. ബാറ്റ്മാൻ അവളെ ഡീആക്ടിവേറ്റ് ചെയ്തു, അതുകൊണ്ട് തന്നെ അവൾ മരിച്ചു. അത്രയും പറഞ്ഞ് അത് തെളിയിക്കാൻ വേണ്ടി ആ മാലയും കൂടെ അവൾ ഫ്രീസിന് കാണിച്ചു കൊടുത്തു. അത് കണ്ട് ഫ്രീസിന് ഭയങ്കരമായിട്ട് സങ്കടമായി. അയാളുടെ കണ്ണിന്നൊക്കെ വെള്ളം വന്നു. മാത്രമല്ല കുറച്ചു സമയം കഴിഞ്ഞപ്പം ആ സങ്കടം മൊത്തം ദേഷ്യമായിട്ട് മാറി. ഇനി ഒരു നിമിഷം പോലും വൈകൂടാ, ബാറ്റ്മാന്റെ എല്ലുകൾ മൊത്തം ഞാൻ ഐസാക്കാൻ പോവാണ് എന്നും പറഞ്ഞിട്ട് ഫ്രീസ് ദേഷ്യത്തോടെ അവിടെ കിടന്ന ഒരു ഐസ് തല്ലി പൊളിച്ചു. അതേക്കുന്ന ഐവി പറയുന്നത് അവനെ മാത്രം കൊന്നിട്ട് എന്തിനാണ്? ഈ റോബിനില്ലേ, പിന്നെ ഇവരെ ഉണ്ടാക്കിയതാരാണ്? ഇവിടുത്തെ ജനങ്ങൾ. അതുകൊണ്ട് ഈ തെറ്റിന്റെ ശിക്ഷ അവരെല്ലാവരും അനുഭവിക്കണം. അവൾ അത് പറയുമ്പം അതെ, അത് തന്നെയാണ് വേണ്ടത്. ഈ സിറ്റി മൊത്തം ഞാൻ ഐസാക്കാൻ പോവാണ്. ഇനി ഇവിടുത്തെ മനുഷ്യർ ഇവിടെ സമാധാനത്തോടെ ജീവിക്കുന്ന എനിക്കൊന്ന് കാണണം എന്നാണ് ഫ്രീസ് പറയുന്നത്. അതേക്കുമ്പോൾ അത് തന്നെയാണ് ഞാനും സ്വപ്നം കണ്ടത്. നീ അങ്ങനെ ഐസാക്കി ഇവിടെ മൊത്തം നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ പഴയതുപോലെ മരങ്ങളും ചെടികളും വളരും.
എന്നാൽ ഇത്തവണ ആ കൂട്ടത്തിൽ എന്റെ മ്യൂട്ടേറ്റഡ് പ്ലാന്റ്സിനെയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞ് അവൾ ഒരു കേസിൽ വെച്ചിരിക്കുന്ന ഒരു മ്യൂട്ടേഷൻ സംഭവിച്ച ചെടിയെ കൂടെ ഫ്രീസിന് കാണിച്ചു കൊടുത്തു. ആ ചെടിയുടെ പകുതി ഭാഗം പാമ്പാണ്. എന്നെ അവൾ പറയുന്നത്, നമ്മളെ മാത്രം ബാക്കിയായി എല്ലാ മനുഷ്യരും നീ കൊന്നുകളയാണെങ്കിൽ എന്റെ ഈ ചെടികളായിരിക്കും പിന്നെ ഈ ലോകം ഭരിക്കാൻ പോകുന്നത്. അവരുടെ രാജാവും രാജ്ഞിയുമായിട്ട് നമുക്ക് സുഖമായിട്ട് ഇവിടെ ജീവിക്കാം എന്നൊക്കെയാണ് ഐവി പറയുന്നത്. അതെല്ലാം കേട്ടപ്പോൾ ഫ്രീസിന് ശരിക്കും ഇൻട്രസ്റ്റ് ആയി. ഇതേ സമയം തന്നെ ഒരു ഡോക്ടർ വന്നിട്ട് ആൽഫ്രഡിനെ പരിശോധിച്ചു. ഇത് നോക്കിക്കൊണ്ട് റോബിനും ബാർബറയും അവിടെ തന്നെ നിൽപ്പുണ്ട്. ഈ ആൽഫ്രഡിനും ആ മെക്ഗ്രിഗേഴ്സ് സിൻഡ്രോം ആണ്, അതായത് നമ്മുടെ ഫ്രീസിന്റെ ഭാര്യയുടെ അതേ അസുഖം. അക്കാര്യം അവരുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം ഡോക്ടർ അവിടുന്ന് പോയി. അതിനെ തുറന്ന് റോബിൻ ഇപ്പൊ ബ്രൂസിന്റെ അടുത്തേക്ക് എന്നു. നമ്മുടെ ആൽഫ്രഡിനും ആ നോറയുടെ അതേ അസുഖമാണല്ലോ. അതെ റോബിൻ, എനിക്കത് മനസ്സിലായി. പക്ഷെ അവളുടെ അത്ര സീരിയസ് അല്ല ആൽഫ്രഡിന്റെ കണ്ടീഷൻ. മാത്രമല്ല ആ ഫ്രീസിന്റെ റിസർച്ചിൽ ഇത് അയാളെ ക്യൂർ ചെയ്തായിട്ടും പറയുന്നുണ്ട്. പക്ഷെ അതെങ്ങനെ എന്നയാളെ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും അയാളുടെ പുറകെ പോവാണ്, പക്ഷെ നീ വരണ്ട എന്നാണ് ബാറ്റ്മാൻ പറയുന്നത്. അതേക്കുന്ന റോബിന് ശരിക്കും ദേഷ്യം വന്നു. അതെന്താ നിങ്ങൾ എന്നെ കൊണ്ടുപോകാത്തത്? എനിക്കറിയാം ആ ഐവി എന്നെ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ടല്ല അവൾ എന്നെ കിസ് ചെയ്തപ്പോൾ നിങ്ങൾ വന്നിട്ട് തടഞ്ഞത്. ഇത്രയും കാലം ഞാൻ നിങ്ങളുടെ ഷാഡോയിലാണ് വർക്ക് ചെയ്തത്, ഇനി അത് പറ്റത്തില്ല, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് റോബിൻ അവിടുന്ന് പോയി. അത് കാണുന്ന ബ്രൂസിനാണെങ്കിൽ ശരിക്കും നിരാശയായി. ഈ സമയം തന്നെ ബാർബറയാണെങ്കിൽ ആൽഫ്രഡിന്റെ അടുത്തിരിക്കുകയാണ്. അയാൾ എന്തായാലും മരിക്കാനായല്ലോ, അതുകൊണ്ട് തന്നെ അയാൾ ഒരു സീക്രട്ട് ഇപ്പൊ അവളുടെ അടുത്ത് പറഞ്ഞു. അതായത് നേരത്തെ അയാളുടെ ബ്രദറിനെ അയക്കാൻ വേണ്ടി ഒരു CD റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു, അതെടുത്തിട്ട് അയാൾ അവൾക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അയാൾ പറയുന്നത്, ഞാൻ മരിച്ചാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ CD റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നീ എങ്ങനെയെങ്കിലും വിൽഫ്രഡിനെ കണ്ടുപിടിച്ചിട്ട് ഇത് അയാളെ ഏൽപ്പിക്കണം, പക്ഷെ ഒരു കാരണവശാലും നീ ഈ CD തുറന്നു നോക്കരുത് എന്നാണ് അയാൾ പറയുന്നത്. അവൾ അതിന് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ആ റൂമിൽ നിന്ന് പോകുന്നതിന് ശേഷം അവൾ അയക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്നില്ല. അവൾ ആ CD എന്താണ് എന്ന് ചെക്ക് ചെയ്യാണ്. അത് തുറന്നു കഴിഞ്ഞപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു പോയി. അത് ബാറ്റ് കേവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു. ഈ സമയം തന്നെ സിറ്റിയിലാണെങ്കിൽ ആ ടെലസ്കോപ്പിന് ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരോട് പങ്കെടുക്കുന്നുണ്ട്. അതിനിടയിലാണ് ഫ്രീസ് അയാളുടെ കാറിൽ സിറ്റിയിലേക്ക് വന്നത്. അയാളുടെ ഉദ്ദേശം ആ ടെലിസ്കോപ്പാണ്. ആ ടെലിസ്കോപ്പിനകത്ത് ഇയാളുടെ ഫ്രീസ് എഞ്ചിൻ ഉണ്ടല്ലോ, അത് കണക്ട് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ആ ടെലിസ്കോപ്പ് തന്നെ ഒരു ഗണ്ണാക്കി മാറ്റി സിറ്റി മൊത്തം ഐസാക്കി മാറ്റാൻ പറ്റും. ആക്ക് കൂട്ടനായിട്ട് ആ ബെയിനും ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കാൻ ആകാശത്തൊരു സിമ്പിൾ വന്നത്. സാധാരണ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ബാറ്റ്മാന്റെ സിമ്പിളാണ് വരാറുള്ളത്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്നത് റോബിന്റെ സിമ്പിളാണ്. അതിന് തോന്നുന്നു റോബിൻ റെഡി ആയിട്ട് ഇറങ്ങി. ഇതാ ഐവിയുടെ പരിപാടിയാണ് എന്ന കാര്യം ബാറ്റ്മാന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ബാറ്റ്മാൻ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് റോബിനെ കൺവിൻസ് ചെയ്തു. അതായത് അവള് നമ്മളെ തമ്മിൽ തെളിക്കാനാണ് നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് ബാറ്റ്മാനെ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു അവനെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ. അതിനെ തുടർന്ന് അവർ രണ്ടുപേരും കൂടെ ഒരു പ്ലാൻ ഉണ്ടാക്കി. ഈ സമയം തന്നെ 2 സയന്റിസ്റ്റുകൾ ആ ടെലിസ്കോപ്പിന്റെ കൺട്രോൾ റൂമിനകത്ത് പണിതുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഫ്രീസും ബെയിനും അങ്ങോട്ട് വന്നത്. ഫ്രീസ് വന്ന ഉടനെ തന്നെ ആ 2 സയന്റിസ്റ്റുകളെ ഐസാക്കി മാറ്റി. അതിനിടയിൽ ബെയിൻ ആണെങ്കിൽ ആ ടെലിസ്കോപ്പിന്റെ പരിസരത്തായിട്ട് കുറെ ബോംബുകൾ സെറ്റ് ചെയ്തു. ബെയിൻ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഇടയിൽ ഫ്രീസ് ഇപ്പൊ ടെലിസ്കോപ്പിന്റെ അടുത്തേക്ക് വന്നിട്ട് അയാളുടെ എഞ്ചിൻ എടുത്ത് ആ ടെലിസ്കോപ്പുമായിട്ട് കണക്ട് ചെയ്തു. അതിനെ തുടർന്ന് ആ ടെലിസ്കോപ്പ് ഇരിക്കുന്ന മുഴുവൻ ഭാഗങ്ങളും ഐസായി. ഈ സമയം തന്നെ ബാർബറയാണെങ്കിൽ ബാറ്റ് കേവിന്റെ അടുത്തേക്ക് എത്തി. എന്നാൽ അതിനകത്തേക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ ചില പാസ്വേഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ആൽഫ്രഡിന്റെ ഒരു വീഡിയോ ആണ് അവിടെ വരിക. എന്നാൽ ഇവളുടെ ഈ വരവ് ആൽഫ്രഡ് നേരത്തെ മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരിക്കലും ഇവള് ബാറ്റ്മാനെ സഹായിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ അയാൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ അത് ചെന്ന് എടുക്കാനാണ് ആ വീഡിയോയിൽ ആൽഫ്രഡ് അവളോട് പറയുന്നത്. അതിനെ തുടർന്ന് ബാർബറ ചെന്ന് അവിടുത്തെ സ്യൂട്ടൊക്കെ എടുത്തിട്ടു. ഇനി അങ്ങോട്ട് അവൾ അറിയപ്പെടുക ബാറ്റ് ഗേൾ എന്നാണ്. ഈ സമയം തന്നെ പ്ലാൻ പ്രകാരം റോബിൻ ഇപ്പൊ ഐവിയുടെ ഹൈഡൌട്ടിലേക്ക് എത്തി. അവൾ അവിടെ വലിയൊരു ചെടിയുടെ പൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്താണ് അവളുടെ സിംഹാസനം. റോബിനെ വശീകരിക്കാനുള്ള രീതിയിലാണ് അവൾ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ റോബിൻ അവളുടെ അടുത്തേക്ക് എന്നു. അവൾക്ക് എങ്ങനെയെങ്കിലും അവനെ കിസ് ചെയ്യണം, അതാണ് അവളുടെ പ്ലാൻ. പക്ഷെ റോബിൻ പറയുന്നത്, അല്ല എന്താണ് നിന്റെ പ്ലാൻ, അത് ആദ്യം പറ, എന്നിട്ട് നമുക്ക് കിസ് ചെയ്യാമെന്നാണ്. അത് കേൾക്കുമ്പോൾ അവൾ ഫ്രീസിന്റെ മുഴുവൻ പ്ലാനുകളെ കുറിച്ചും അവൻ്റെ അടുത്ത് പറഞ്ഞു. അതായത് അയാൾ ഈ സിറ്റി മുഴുവൻ ഐസാക്കാൻ പോവാണ്. അവൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ കിസ് ചെയ്യാൻ സമ്മതിച്ചു. എന്നാൽ കിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവനൊന്നും സംഭവിക്കുന്നില്ല. കാരണം അവന്റെ ചുണ്ടിലായിട്ട് അവൻ റബ്ബർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. റബ്ബർ ഒട്ടിച്ച് കഴിഞ്ഞാൽ അവളുടെ വിഷം അതിലേക്ക് സ്പ്രെഡ് ആവത്തില്ല. അപ്പോൾ അവൻ തന്നെ പറ്റിച്ചെന്ന് മനസ്സിലാവുമ്പോൾ അവൾ അവനെ തള്ളി അവിടുത്തെ വെള്ളത്തിലേക്ക് ഇട്ടു. എന്നെ അവിടെ നടക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ബാറ്റ്മാൻ അങ്ങോട്ട് വന്നത്. എന്നാൽ ഈ സമയം അവിടുത്തെ വള്ളികളൊക്കെ വളർന്നു വന്നിട്ട് ബാറ്റ്മാനെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അവനെ ലോക്ക് ചെയ്തു. അങ്ങനെ ബാറ്റ്മാനെ ലോക്ക് ചെയ്തിട്ട് അവിടെ നടക്കുമ്പോഴാണ് പെട്ടെന്ന് ബാറ്റ് ഗേൾ അങ്ങോട്ട് വന്നത്. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ബാറ്റ് ഗേളുമായിട്ടുള്ള ഫൈറ്റിൽ ഐവിക്ക് ജയിക്കാൻ പറ്റിയില്ല. ബാറ്റ് ഗേൾ ഒറ്റ ചവിട്ടന് അവൾ ആ സിംഹാസനത്തിലേക്ക് ഇട്ടു. അതോടുകൂടെ ആ പൂവിന്റെ ഇതളുകളൊക്കെ അടഞ്ഞിട്ട് ഐവി അവിടെ ലോക്കാവുകയും ചെയ്തു. ഈ സമയമ്പോഴേക്കും ബാറ്റ്മാനും റോബിനും വെളിയിലേക്ക് വന്നു. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ട് വന്നപ്പം ബാർബറ ചെന്ന് അവൾ ബാറ്റ് കേവ് കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് വിശദീകരിച്ചു. പക്ഷെ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ച് നിൽക്കാൻ ഇപ്പോൾ അവർക്ക് സമയമില്ല. അതുകൊണ്ട് അവർ 3 പേരും വേഗം തന്നെ സിറ്റിയിലേക്ക് പുറപ്പെട്ടു. ഈ സമയം തന്നെ ഫ്രീസ് ആണെങ്കിൽ ആ ഒബ്സർവേറ്ററി മൊത്തം പൈസാക്കി മാറ്റി. അതിനുശേഷം അയാൾ ആ ടെലിസ്കോപ്പിൽ നിന്നും സിറ്റിയിലേക്ക് ഫയർ ചെയ്യാണ്. അതോടുകൂടെ സിറ്റിയിലെ ബിൽഡിങ്ങുകളും മൊത്തം ഐസാവാൻ തുടങ്ങി. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം ബാറ്റ്മാനും കൂട്ടരും അവരുടെ വണ്ടികൾ അങ്ങോട്ട് വന്നു. ഈ സമയത്താണ് ഫ്രീസിന്റെ ആൾക്കാർ അങ്ങോട്ട് വന്നത്. പിന്നീട് അങ്ങോട്ട് കാണിക്കുന്നത് ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ്. ഈ ഫൈറ്റിൽ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും ഫ്രീസും കാണുന്നുണ്ട്. അയാളിപ്പോ കൂടെ നിൽക്കുന്ന ബെന്നോട് പറയുന്നത്, ആ റോബിന്റെയും പെണ്ണിന്റെയും കാര്യം നീ നോക്ക്, ബാറ്റ്മാന്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്നാണ്.
അങ്ങനെ ബാറ്റ്മാനും കൂട്ടി അവരുടെ റോപ്പിൽ തൂങ്ങി ആ ഒബ്സർവേറ്ററിയുടെ മുകളിലേക്ക് എത്തി. എന്നിട്ട് അവർ ആദ്യം പോയത് ആ ടെലിസ്കോപ്പിന്റെ കൺട്രോൾ റൂമിലേക്കാണ്. അവിടുത്തെ 2 സയന്റിസ്റ്റുകൾ ഐസായി കിടപ്പുണ്ടല്ലോ. ബാറ്റ്മാൻ ഇപ്പോൾ ഒരു ഡിവൈസ് എടുത്തിട്ട് ആ ഐസിന്റെ മുകളിൽ വെച്ചു. അതോടുകൂടെ അതൊക്കെ മെൽറ്റ് ആവാൻ തുടങ്ങി. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ തീർത്തതിന് ശേഷം അവർ വന്നിട്ട് അവിടുത്തെ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്തു. അവർ നോക്കുമ്പോൾ 8 മിനിറ്റിനകം ഈ സിറ്റി മൊത്തം ഐസാവും എന്നാണ് അതിൽ കാണിക്കുന്നത്. ഇനിയിപ്പോൾ ആ പരിപാടി ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സൂര്യൻ ഉദിക്കണം. എന്നാൽ സൂര്യൻ ഉദിക്കണം എന്നുണ്ടെങ്കിൽ ഇനി 5 മണിക്കൂറും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് റോബിൻ ഒരു ആശയം പറയുന്നത്. കോങ്കോ എന്ന സ്ഥലത്ത് ഇപ്പൊ പകലാണ്. അവിടെ നിന്ന് സൂര്യപ്രകാശം സാറ്റലൈറ്റ് വഴി നമ്മുടെ സിറ്റിയിലേക്ക് കൊണ്ടുവരാം. അതാണ് അവരിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ അവർ വേഗം തന്നെ അതിന്റെ പണി തുടങ്ങി. ഇപ്പൊ അവിടെ വെച്ചിരിക്കുന്ന ടെലിസ്കോപ്പ് ഉണ്ടല്ലോ, അതിന്റെ മുൻഭാഗവും മൊത്തം ഐസായിട്ട് മാറിയിരിക്കുകയാണ്. അവിടേക്ക് അവർക്ക് സൂര്യപ്രകാശം കൊണ്ടുവരണം. അതുകൊണ്ട് അതിലെ ഐസ് മെൽറ്റ് ആക്കാൻ വേണ്ടി റോബിനും ബാറ്റ് ഗേളും വേഗം അതിന്റെ അടുത്തേക്ക് വന്നു. അതിനിടയിൽ ബാറ്റ്മാൻ ആണെങ്കിൽ ആ സാറ്റലൈറ്റ് ഒക്കെ ഒരു പ്രത്യേക രീതിയിൽ അലൈൻ ചെയ്യാണ് സൂര്യപ്രകാശ് ഈ സിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. എന്നാൽ ഈ സമയത്താണ് ഫ്രീസ് അങ്ങോട്ട് വന്നത്. അങ്ങനെ ഫ്രീസും ബാറ്റ്മാനും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ അവിടെ ഐസായി കിടന്ന 2 സയന്റിസ്റ്റുകളുണ്ടല്ലോ, അവരെല്ലാം ഇപ്പം മെൽറ്റായിട്ട് പുറത്തേക്ക് വന്നു. ഇതേ സമയം തന്നെ റോബിനും ബാറ്റ് ഗേളും താഴത്തേക്ക് വീണിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർ റോപ്പ് തൂങ്ങി അപ്പുറത്തെ സൈഡിലേക്ക് ചാടി. എന്നാൽ ഈ സമയത്താണ് ആ ബെയിൻ വന്നിട്ട് അവർ അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ഫൈറ്റിൽ അവർ ബെയിന്റെ തലയിൽ കണക്ട് ചെയ്ത ട്യൂബ് ഊരി മാറ്റി. അതോടുകൂടെ ബലൂണിലെ കാറ്റ് കുത്തിവിട്ടതുപോലെ ബെയിന്റെ തടിയെല്ലാം പോയി അയാൾ പഴയതുപോലെ തന്നെയായി. ഈ സമയം ബാറ്റ്മാനും ഫ്രീസും തമ്മിലുള്ള ആ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ബാറ്റ്മാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഹീറ്റ് ആക്കുന്ന സാധനം ഉണ്ടല്ലോ, അതുപോലെ ഒരെണ്ണെടുത്ത് ഫ്രീസിന്റെ സൂട്ടിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് അവനെ തള്ളി താഴേക്കിടാണ്. എന്നാൽ ഫ്രീസ് നേരെ ചെന്ന് വീണത് ആ എഞ്ചിൻ കണക്ട് ചെയ്ത ഭാഗത്തേക്കാണ്. അതോടുകൂടെ അത് അവിടെ നിന്ന് തെറിച്ചുപോയി. ഈ സമയം തന്നെ ബാറ്റ്മാൻ ആണെങ്കിൽ ആ സാറ്റലൈറ്റ് റെഡിയാക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ ആ സൂര്യപ്രകാശമൊക്കെ ആ ടെലിസ്കോപ്പിലേക്ക് അടിച്ചു. അതിനെ തുടർന്ന് അതിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന പ്രകാശം കാരണം സിറ്റിയിലെ ഐസൊക്കെ പതുക്കെ മെൽറ്റ് ആവാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് താഴെ കിടക്കുന്ന ഫ്രീസ് ഒരു കാര്യം ചെയ്തത്. നേരത്തെ അവിടെ ബെയിൻ സെറ്റ് ചെയ്ത ബോംബ് ഉണ്ടല്ലോ, അതെല്ലാം അയാൾ ഓണാക്കി. എന്നിട്ട് അയാൾ അവിടുന്ന് ഒരൊറ്റ ചാട്ടം. അങ്ങനെ ആ ബോംബ് പൊട്ടിത്തെറിച്ചിട്ട് ആ ടെലിസ്കോപ്പ് മൊത്തത്തിൽ താഴേക്ക് വീണു. ആ ടെലിസ്കോപ്പ് താഴേക്ക് വീണതിന്റെ കൂട്ടത്തിൽ ബാറ്റ്മാൻ ഉണ്ടായിരുന്നു, ആ 2 സയന്റിസ്റ്റുകളും ഉണ്ടായിരുന്നു. അത് അവർ താഴേക്ക് എത്തുന്നതിന് മുമ്പ് ബാറ്റ്മാൻ അവന്റെ റോപ്പ് മുകളിലേക്ക് ഷൂട്ട് ചെയ്ത് ആ സയന്റിസ്റ്റുകൾ അവൻ രക്ഷിച്ചു. അതിനുശേഷം അവരെ സേഫാക്കി അവൻ റോബിനെയും ബാറ്റ് ഗേളിനെയും കൂട്ടി നേരെ മുകളിലേക്ക് തന്നെ പോയി. ഇപ്പൊ ടെലിസ്കോപ്പ് പോയ സ്ഥിതിക്ക് സിറ്റി ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ്. ഇനിയിപ്പോ സാറ്റലൈറ്റിനെ കൊണ്ട് മാത്രമേ ആ സിറ്റി നേരെയാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ വേഗം തന്നെ അതിനുള്ള പണി തുടങ്ങി. അങ്ങനെ സൂര്യപ്രകാശമൊക്കെ ആ സാറ്റലൈറ്റ് വഴി മിറർ ചെയ്ത് അവർ സിറ്റിയിലേക്ക് എത്തിച്ചു. അതിനെ തുറന്ന് സിറ്റിയിലെ ഐസ് മൊത്തം മെൽറ്റ് ആവുകയും ചെയ്തു. അങ്ങനെ ആ പരിപാടിയൊക്കെ തീർത്തതിന് ശേഷം ബാറ്റ്മാനും കൂട്ടി നേരെ പോയത് അവിടെ കിടക്കുന്ന ഫ്രീസിന്റെ അടുത്തേക്കാണ്. അയാൾക്ക് ഇപ്പൊ തീരെ വയ്യ. ഇപ്പൊ ബാറ്റ്മാൻ ഫ്രീസിനോട് പറയുന്നത്, നിന്നെ ഞാൻ ആർക്കം അസൈലത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പോവാണെന്നാണ്. അതേക്കുമ്പം നീ എന്റെ ഭാര്യയെ കൊന്നതല്ലേ, പിന്നെ എന്നെ മാത്രം എന്തിനാണ് ബാക്കി വെച്ചിരിക്കുന്നത്, എന്നെയും കൂടെ കൊന്നു കളഞ്ഞൂടെ. അതേക്കുമ്പം ബാറ്റ്മാൻ ആ സത്യാവസ്ഥ വെളിപ്പെടുത്തി. അതായത് ബാറ്റ്മാൻ നോറയൊന്നും ചെയ്തിട്ടില്ല, അവൾക്ക് ആ പണി കൊടുത്തത് ആ ഐവി ആയിരുന്നു. അത്രയും പറഞ്ഞതിന് ശേഷം ഐവി അത് സമ്മതിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പും കൂടെ ബാറ്റ്മാൻ ഫ്രീസിന് കാണിച്ചു കൊടുത്തു. അതുകൂടെ കണ്ടപ്പോൾ ഫ്രീസിന് ഭയങ്കര നിരാശയായിരുന്നു. എന്നാൽ ഈ സമയം ബാറ്റ്മാൻ പറയുന്നത്, നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമില്ല, അവളെ ഞങ്ങൾ രക്ഷിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളെ ആർക്കും അസൈലത്തിലേക്ക് മാറ്റുന്നതിന് കൂടെ നിങ്ങളുടെ ഭാര്യയെ അങ്ങോട്ട് കൊണ്ടുവരും. അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസർച്ച് കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. ആ മെക്ഗ്രിഗേഴ്സ് സിൻഡ്രത്തിന് നിങ്ങൾ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലേ? എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്കും ആ അസുഖമുണ്ട്. അതുകൊണ്ട് അയാളെ ക്യൂർ ചെയ്യാനുള്ള ഒരു മരുന്ന് നിങ്ങൾ എനിക്ക് തരണം എന്നാണ് ബാറ്റ്മാൻ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ ഫ്രീസ് അയാളുടെ സ്യൂട്ടിൽ നിന്നും 2 കുപ്പി മരുന്നെടുത്ത് ബാറ്റ്മാൻ കൊടുക്കുകയാണ്. അങ്ങനെ മരുന്ന് കിട്ടിയതിന് ശേഷം ബാറ്റ്മാൻ നേരെ വീട്ടിലേക്ക് എന്നിട്ട് അത് ആൽഫ്രഡിന്റെ ട്രിപ്പ് സെറ്റിലേക്ക് കുത്തിവെച്ചു. പക്ഷെ ഉടനെ അതിനൊരു റിസൾട്ട് ഉണ്ടാവത്തില്ല. രാവിലെ അവർ വെയിറ്റ് ചെയ്യണം. ഈ സമയത്ത് ആ പോയിസൺ ഐവിയെ അവർ ആർക്കോ അസൈലത്തിലേക്ക് മാറ്റി. അവൾ അവളുടെ സെറ്റിലിരിക്കുമ്പോഴാണ് നമ്മുടെ ഫ്രീസ് അങ്ങോട്ട് വരുന്നത്. ഫ്രീസ് ഇപ്പോൾ അവളോട് ചോദിക്കുന്നത്, എന്നെ കണ്ട് സർപ്രൈസ് ആയോ നീ? ഞാനാണ് ഇനി നിന്റെ സെൽമേറ്റ്. ഇത്രയും കാലം നീ സ്വർഗത്തിലല്ലേ ജീവിച്ചത്, നരകം എന്താണ് എന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാൻ പോവാണ് എന്നും പറഞ്ഞ് അയാൾ അവളുടെ അടുത്തേക്ക് നടന്നു. അതൊക്കെ കണ്ട് അവൾ ശരിക്കും പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി ബാറ്റ്മാനും കൂട്ടിരിപ്പ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൽഫ്രഡിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായെന്ന് അറിയാൻ വേണ്ടി. അവർക്ക് നല്ല ടെൻഷനും ഉണ്ട്. ഈ സമയത്താണ് അവർ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആൽഫ്രഡ് അങ്ങോട്ട് വന്നത്. അയാളുടെ അസുഖമൊക്കെ ഭേദമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ അവർ ചിത്ര അയാളെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാറ്റ്മാനും കൂട്ടരും അടുത്ത മിഷന് വേണ്ടി പുറപ്പെടുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.